സോ അടുത്ത ആ ഒരു ചെറിയൊരു പ്രശ്നമുണ്ട് കേട്ടോ. എന്ത് പറ്റി? ചെറുതായിട്ട് നമ്മൾ അറിഞ്ഞു പറഞ്ഞ നമ്മൾ ഐഡിയ ചെറുതായിട്ട് അങ്ങോട്ട് വന്നെന്നാണ് അറിഞ്ഞത്. അതുകൊണ്ട് നമ്മൾ ഇപ്പൊ വന്ന് നമ്മൾ പറയാനാണ് വരുന്നത്. അപ്പൊ ആണല്ലേ, ഐഡിയ പോയല്ലേ? ഓക്കെ, അപ്പൊ അടുത്തത് ചൈന ടൗൺ റെഡിയാണോ? അല്ലല്ല, നമ്മളിപ്പോ പറഞ്ഞു തരാം. നിങ്ങളാണോ വരുന്നേ? ഇപ്പൊ പറയാം. ഓക്കെ, അടുത്തതായി ടീം പൊളപ്പൻസ്, വാറ്റുഗോഗു, രായൻ, നിഞ്ച അടങ്ങിയ ടീം പൊളപ്പൻസ്. വെൽക്കം. നമ്മൾ ആദ്യം പറഞ്ഞത് കേട്ടിട്ടെ എല്ലാവന്മാരും മറ്റേ കോട്ട് സൂട്ട് ഇട്ട് കോട്ട് സൂട്ട് ഇട്ട് കേട്ടാ, മറ്റന്മാര് മാത്രം. അവന്മാര് പക്ഷെ ഗ്യാങ് ഡ്രസ് ഇട്ടോണ്ട് വന്ന് പൊളിച്ചിട്ട് പോയി. വിളിച്ചിട്ട് വെയിറ്റർമാരാ. ഇതാണ് ശരവണ ഭവൻ. ഇത് ഫ്ലോപ്പാ, എനിക്ക് വലിയ ഹോപ്പില്ലേ. ഇതൊരു ഹോപ്പില്ല. പൂണ്ടി ഉള്ളിത്തൈലോ ആണോ? ഹലോ 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 ഹലോ, ഹൈഡ് സ്ക്രീൻ കൊടുത്താൽ കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ട് വെക്കോ, കേൾക്കുന്നില്ല. ഡോക്ടേഴ്സ് ആണോ? തിരിഞ്ഞിരിക്കണേ വാറ്റെ. ഹലോ, കേക്കാം. ഫ്രണ്ടിലോട്ട് ഫ്രണ്ടിലോട്ട് വെച്ചോ. Please introduce yourself. Thank you, judges, for giving us the opportunity to introduce our business to you, wonderful judges. Please. അപ്പൊ നമ്മള് ഇൻട്രൊഡ്യൂസ് ചെയ്യാണ് മീറ്റ് മിസ്റ്റർ നിഞ്ചു, മീറ്റ് മിസ്റ്റർ രായു, മീറ്റ് മിസ്റ്റർ വാറ്റു. അപ്പൊ ആദ്യം തന്നെ നമ്മള് പ്രിപ്പയർ ചെയ്ത് വന്നത് തന്നെ എൻറ്റയർലി ഡിഫറെന്റ് ആയിരുന്നു. പക്ഷെ ഒരു പ്രശ്നം പറ്റി, നമ്മള് വേറൊരു ടീം നമ്മുടെ ഒരു ഐഡിയ ചെറുതായിട്ട് ഇവിടെ അത് നമ്മള് അത് കറക്റ്റിൽ കൊണ്ടുവരാം, മനസ്സിലായി? അപ്പം very very different. So please one second. ഈ ചുവന്ന തലമുടിയുള്ള ആളൊന്ന് സൈലന്റ് ആയിട്ടിരിക്കണേ, ഇന്ററപ്റ്റ് ചെയ്യല്ലേ പറയുന്ന ആളെ. sorry, it's my business partner, he can talk. Sorry. Okay, മനസ്സിലായി. I know. You continue Vatu. അപ്പൊ നിങ്ങൾ പറയൂ വാറ്റു. പറഞ്ഞോ. അപ്പൊ നമ്മള് തുടങ്ങുവാണ്. അപ്പൊ ഞാൻ ആദ്യം തന്നെ ചോദിക്കുവാണ് നിങ്ങളുടെ ജഡ്ജിന്റെ അടുത്ത്, നമ്മൾ ഇപ്പോ നമ്മുടെ ഫാമിലിയിൽ ഏറ്റവും കൂടുതൽ നമുക്ക് എന്താണ് പ്രശ്നമായിട്ട് കണ്ടുവരുന്നത് എന്താണെന്ന് നിങ്ങൾക്കൊന്ന് പറയാമോ? ഏറ്റവും വലിയ അതങ്ങനെ പൊതുസഭയിൽ ഇപ്പൊ എനിക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യമല്ല. എന്നാലും എന്തായാലും ഇവനെ പോലത്തെ കോ ലീഡേഴ്സിനെ ആണ് എനിക്ക് ഇപ്പൊ അങ്ങനെ ഇല്ല. ഇപ്പൊ രായൻ അങ്ങനെ പറഞ്ഞ ഒരു ആവശ്യമില്ല, അവൻ ഇപ്പൊ ഇല്ല. അത് സാറിന്റെ കൈ എടുക്കണമായിരുന്നു. അത് വേറെ അങ്ങനെ പ്രശ്നങ്ങളായിട്ടൊന്നും തോന്നുന്നില്ല. ആരെ കളിപ്പിക്കണം എന്നാണ് പ്രശ്നം. അതാണ് ഇപ്പൊ ഏറ്റവും വലിയ പ്രശ്നം ഞാൻ ഫേസ് ചെയ്യുന്നത്. നമ്മൾ പറഞ്ഞുതരാം. അപ്പോ നമുക്ക് പ്രശ്നമൊന്നുമില്ല. ഇപ്പൊ നമുക്ക് പ്രശ്നം നമ്മുടെ ഗ്യാങ്ങിന് പറയട്ടെ ഇന്ററപ്റ്റ് ചെയ്യാതെ. അപ്പോ ഞാൻ തന്നെ ആ ഒരു വീഡിയോയിൽ തന്നെ തുടങ്ങിയിട്ട് നമുക്ക് അതിലോട്ട് വരാം. എങ്ങനെയാണ്? അപ്പൊ നിഞ്ചു, അപ്പൊ നോക്കണമായിരുന്നോ? വല്ല കാര്യം ഉണ്ടായിരുന്നാ? ഇത് മനഃപൂർവ്വം പ്ലേ ചെയ്യുന്ന കേട്ടോ അവന്മാര്.
ഹലോ ഹലോ ഇത് ജഡ്ജസിനെ ഇൻസൾട്ട് ചെയ്യുന്ന അല്ലല്ല സോറി അത് ടെക്നിക്കൽ ഒരു ബ്ലാക്ക് മാർക്ക് ഉണ്ട് ഒരു ബ്ലാക്ക് മാർക്ക് ഉണ്ട് അല്ലല്ല ഇതല്ല കറക്റ്റ് നിഞ്ചു നമുക്ക് ഈ ബിസിനസ് ഇവിടെ ചേർത്തിയാൽ ഞാൻ ഇൻട്രസ്റ്റ് ആണ്, ഞാൻ എടുത്തോളാം. ഇതെന്താ ബിസിനസ് വീഡിയോ കണ്ടപ്പോ മനസ്സിലായത്? എനിക്ക് മനസ്സിലായി, എനിക്ക് മനസ്സിലായി, ധാരണയില്ലേ. ലിങ്ക് മാറിപ്പോയതാണ്, ക്ഷമിക്കണേ. You and who else? You're all just mad you didn't think of it first. കണ്ണാപ്പി You മൂവിയാണ് and who പ്രശ്നം. else? You're all just mad you didn't think of it first. കണ്ണാപ്പി മൂവിയാണ് പ്രശ്നം. ഇപ്പൊ ഇത് കണ്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ മെയിൻ പ്രശ്നക്കാരായ ബൊബ്ബോയും കണ്ണാപ്പിയൊക്കെ അതെ എന്നും ആ. രാവിലെ കേറും, വൈകിട്ട് കേറും, ഉച്ചയ്ക്ക് കേറും. നമ്മൾ ചോറ് കഴിക്കുന്ന പോലെയാണ് അവര് വള്ളി പിടിക്കുന്നത്, മനസ്സിലായില്ലേ? അതെ അപ്പൊ വള്ളി പിടിക്കുമ്പോൾ ഉള്ള പ്രശ്നം എന്താ? ആ. നമുക്ക് ഫൈറ്റ് ചെയ്യാൻ പോണം അവരുമായിട്ട്. അതെ ഫൈറ്റ് ചെയ്യുമ്പോൾ ഉള്ള പ്രശ്നം എന്താ? നമ്മൾ ഗണ്ണ് യൂസ് ചെയ്യണം. അതെ ഗണ്ണ് ചെയ്യുമ്പോൾ യൂസ് ചെയ്യാൻ എന്താ? നമുക്ക് കുഴപ്പമില്ല, എതിരെ വരുന്നവര് ചത്തിട്ട് വേണമെങ്കിൽ ഗണ്ണ് പോവാം, ഡ്യൂറബിലിറ്റി പോവാം. അത് എല്ലാ സൈഡിലും അങ്ങനെയാണ്, മനസ്സിലായില്ലേ? ഡ്യൂറബിലിറ്റി കൂടുതൽ നമ്മളെ മെയിൻ പ്രശ്നമാണ്, മനസ്സിലായില്ലേ? ഡ്യൂറബിലിറ്റി. സോ നമ്മുടെ ഒരു ഫസ്റ്റ് തന്നെ നമ്മുടെ ഒരു കൺസേൺ എന്ന് പറഞ്ഞാൽ ഈ ഡ്യൂറബിലിറ്റി ആണ്. സെക്കൻഡ് കൺസേൺ എന്ന് പറയുമ്പോൾ അടുത്തൊരു വീഡിയോ കണ്ടു തന്നെ നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ നിഞ്ചു? അപ്പൊ ഇത് പറഞ്ഞാൽ മനസ്സിലാക്കണ്ടേ? ഇതെന്താ മനസ്സിലാക്കേണ്ടത്? കണ്ടില്ലേ? നിങ്ങളെ കണ്ടില്ല, ശ്രദ്ധിച്ച് കണ്ടില്ല. ചന്ദ്ര ഒന്നുകൂടെ പ്ലേ കൊടുത്തേ. ചന്ദ്ര സൂക്ഷിച്ചാണ്ട, സൂക്ഷിച്ചോടാ. നീയാണോ തോക്കെടുത്ത് നടക്കുന്നത്? മനസ്സിലായില്ലേ? ഗ്യാങ് ഹൗസിൽ നിന്ന് തോക്ക് കെട്ടിയിട്ട് പൈസ വാങ്ങിക്കുന്ന നീ. മനസ്സിലായി, ഇപ്പൊ കാര്യം മനസ്സിലായ? ഇതെന്താ ഇത്? ബാക്കി പറഞ്ഞ ഇത് സത്യം പറഞ്ഞാൽ ഇത് കട്ടോണ്ട് പോണതാണെങ്കിലും അതല്ല നമ്മുടെ കൺസേൺ. ഈ ഡ്യൂറബിലിറ്റി കുറഞ്ഞ ഗൺസ് വെളിയില് സിറ്റിസൺസിന് പോയി വിറ്റ് സ്കാം ചെയ്യുന്നവരാണ് കൂടുതൽ നമ്മുടെ എല്ലാ ഫാമിലീസിലും നമ്മൾ കണ്ടുവരുന്നത്, മനസ്സിലായില്ലേ? അതൊരു മെയിൻ കൺസേൺ ആണ്. ഓക്കെ, സോ ഇത് ഞാൻ പറയാം. അതായത് ഇത് ഇനി ഇങ്ങനെ വിൽക്കണതൊക്കെ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ മിസ്റ്റർ എക്സിലുള്ളവര് കണ്ടു കഴിഞ്ഞാൽ കൊണ്ടുപോകും. നമ്മളെ അറിയാലോ, നമുക്ക് ഇതൊക്കെ വിൽക്കാൻ പാടില്ല. അപ്പം ബാക്കി ബാക്കി ഇത് സ്ക്രിപ്റ്റ് വല്ലതും ആണോ? നിങ്ങൾ ഒരാള് പറ, കുറച്ച് ഡയലോഗായിട്ട് പോകല്ലേ? അപ്പോ ഇത് രണ്ടും ഭയങ്കരമായിട്ടുള്ള പ്രശ്നങ്ങളാണ്, മനസ്സിലായില്ലേ? ഇതെന്ന് പറഞ്ഞാൽ ഡ്യൂറബിലിറ്റി ഉള്ള കുറഞ്ഞ ഗൺസ് കൊണ്ടുപോയി സ്കാം ചെയ്ത് ആൾക്കാർക്ക് സെല് ചെയ്യുന്നു, മനസ്സിലായില്ലേ? അതുകൊണ്ട് തന്നെ നമ്മൾ വിചാരിച്ചിട്ട് കൊണ്ടുവന്ന ഒരു ബിസിനസ് ഐഡിയ ആണ് കാണിക്കാൻ പോകുന്നത്. സോ ഒരു സെക്കൻഡ്. പോയ അപ്പൊ അതിന്റെ വീഡിയോസ് നമുക്ക് പ്ലേ ചെയ്യാം. ഇത് നല്ല ബിസിനസ് ആണെങ്കിൽ തോന്നല്ലേ? ഇപ്പൊ തന്നെ ഗെറ്റ് മൊത്തം കാണട്ടെ ആദ്യം. എനിക്കൊരു ഇൻട്രസ്റ്റ് തോന്നുന്നില്ല. ഇൻട്രസ്റ്റ് ചെയ്യണ്ട, നീ ഇതെന്താ ബിസിനസ് ഐഡിയ ഒന്നും ഇല്ലേ? കാണട്ടടാ. വാറ്റ് we are starting at speed here. കാട്ടിലും മലമുകളിലും നമ്മുടെ രാജ്യം മെനിങ് സ്പോട്ടിലും ക്ലബ്സ് എല്ലാം വരും ദിലുറപ്പിക്കാം. ആളങ്ങൾ കയറി പണി തുടങ്ങും നേരം മരം വെട്ടും വീമും മണ്ണ വെട്ടും സേതുവും ദിവ്യ തണലിൽ അവർ കാണും പുതി ക്രീമും സൃഷ്ടിച്ച സാധനങ്ങൾ പാക്കറ്റ് മാറ്റി പ്രീവിയ സ്റ്റോറേജിലേക്ക് വണ്ടികൾ കയറ്റി. Bring it to the storage, TVS storage. Kalpugar undaki sadhanam inathu porakka. Bring it to the storage, TVS storage. Gangster kayile devethu thokugal villayum paranju kaashum vaangi poikko. Thodari vaadil turannu kazhinju. TVMA press the paniyil irangu. Cheruppu mardi pulsum eduttu. Palayoru thokine pudiyadaki maatri. Therthugal putti vandigal regi. Aran gayar per ketal nettun. Mr. Rachni kayili gannugal yettum.
ജയിലർ സിനിമയെ ഓക്കെ. അപ്പോ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ നമ്മളെ ബിസിനസിന്റെ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ മാത്രമാണ്. ഞാൻ ബേസിക് ആയിട്ട് ജസ്റ്റ് ഒരു സ്മോൾ ഒരു ഇൻട്രൊഡക്ഷൻ തരാം. ബാക്കി നമ്മുടെ രായൻ ആയിരിക്കും തരുന്നത്. രായൻ ആയിരിക്കും നമ്മള് ബാക്കി തരുന്നത് പറഞ്ഞു തരുന്നത്. അപ്പൊ ജസ്റ്റ് നിങ്ങൾ ആലോചിക്കുകയാണെങ്കിൽ നമ്മൾ ഇന്നത്തെ സിറ്റിസൺ എന്തെങ്കിലും ഇത് ചെയ്യാൻ തുടക്കം കേട്ടപ്പോ എനിക്ക് ഓർമ്മ വന്നത് മറ്റേതാണ് കേട്ടോ. എടാ വാസുവേ, ആണുങ്ങളില്ലാത്ത അതില്ലേ ആ സാധനം അടിക്കട്ടെ. ഇത് കേട്ടപ്പോ ആദ്യം ഓർമ്മ വന്നത്. ഓൾ ടൈം ഫേവറേറ്റ്. അപ്പൊ നമ്മുടെ സിറ്റിസൺ ഇപ്പൊ എന്തെങ്കിലും ചെയ്യാൻ എന്തെങ്കിലും ഉണ്ടോ? അങ്ങനെ ചോദിച്ചാ പിന്നെ സിറ്റിസൺ ബിസിനസ് ഉണ്ടല്ലോ ഓൾറെഡി സിറ്റിക്കകത്ത്. ഹണിയുടെ ഇപ്പൊ അങ്ങനെ വലുതായിട്ട് ഇല്ല. ഇല്ല ഓക്കെ. ഇല്ല. ഇല്ല ഇല്ല ഇല്ല. ക്ലബിന് വലുതായിട്ട് എന്തെങ്കിലും ചെയ്യാനുണ്ടോ? ഇല്ല. ഇല്ല ഇല്ല. നമ്മുടെ ഗാങ്സിൽ സ്ലോട്ടില് കേറാൻ പറ്റാത്ത പിള്ളേർക്ക് എന്തെങ്കിലും ചെയ്യാനുണ്ടോ? ഇല്ല. ഇല്ല. അപ്പോ അതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു ബിസിനസ് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോ നിഞ്ചു ആ ഫോട്ടോ ഒന്നിട്ടാവും. ഫോട്ടോ അപ്പോ ജസ്റ്റ് ഞാൻ ഒരു സ്മോൾ ഇൻട്രൊഡക്ഷൻ തരാം. അതിനുശേഷം ഞാൻ രായനെ വെൽക്കം ചെയ്യുമായിരിക്കും. അപ്പോ ഈ ഒരു ഇമേജ് വരട്ടെ. നൈസ് പ്രസന്റേഷൻ. പക്ഷെ കഴിഞ്ഞ ഒന്ന് എല്ലാം കഴിഞ്ഞിട്ട് ഇതെന്താണത്? നിഞ്ചു സോ ദിസ് ഇസ് അവർ ജസ്റ്റ് ഒരു ബ്ലൂ പ്രിന്റ് മാത്രമാണ്. നമ്മൾ ഒരു ജസ്റ്റ് ഒരു ബിസിനസ്, നമ്മുടെ TV ബിസിനസ്. അതായത് നമ്മൾ 2 മൈനിങ് ഏരിയയും 2 ലംബർജാക്ക് ഏരിയ എടുക്കുന്നു. നമ്മൾ അത് ക്ലബ്ബുകാർക്ക് കൊടുക്കുന്നു. ക്ലബ്ബ് എംപ്ലോയീസിന്റെ എടുക്കുന്നു. അവര് എംപ്ലോയീസ് എടുക്കുന്നു. അവര് ബാക്കി നമ്മുടെ പ്രോഡക്ട്സും കാര്യങ്ങളും TV സ്റ്റോറേജ് തരുന്നു. അത് നമ്മൾ ക്രാഫ്റ്റ് ചെയ്യുന്നു. നമ്മൾ മിസ്റ്റർ എക്സിന് കൊടുക്കുന്നു. മിസ്റ്റർ എക്സ് ബാക്കിയോട് കൊടുക്കുന്നു. ഇതാണ് ജസ്റ്റ് ഒരു ബേസിക് ഇൻട്രൊഡക്ഷൻ. സോ ഞാൻ ഐ ആം വെൽക്കമിങ് രായൻ ടു ഇൻട്രൊഡ്യൂസ് എവരിതിങ്. ഓക്കെ. അപ്പം ഞാൻ കുറച്ച് സീരിയസ് ആവാണ്. കുറച്ച് കാര്യങ്ങൾ സീരിയസ് ആയിട്ട് പറയാനുണ്ട്. അപ്പം അപ്പം ഇവിടുത്തെ സിറ്റിയിൽ മാത്രമല്ല, നമ്മളൊരു TV ഒരു ബിസിനസ് കൊണ്ടുവരുമ്പോ അത് നമ്മുടെ ഗാങ്ങിന് മാത്രമല്ല, എൻറ്റയർലി സിറ്റിയിൽ തൊട്ട് എല്ലാവർക്കും ആ ഒരു ജോബ് ചെയ്യാൻ പറ്റുന്ന ഒരു എന്താ പറയണ്ട ഒരു ഓൾ ഇൻ വൺ എന്നുള്ളൊരു ബിസിനസ് ആണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത്. ഓക്കെ. അപ്പം നമ്പർ ഞാൻ വരച്ചു വേണം കാര്യങ്ങൾ പറഞ്ഞുതരാം. അതിന് മുമ്പ് ജസ്റ്റ് ഒന്ന് ഇതിനെ പറ്റി ഒന്ന് പറഞ്ഞുതരാം. അതായത് നമ്മൾ ഫസ്റ്റ് കൊണ്ടുവരുന്ന ജോബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈനിങ് ആണ്. ഓക്കെ. മൈനിങ് ആൻഡ് ലംബർജാക്ക്. ഓക്കെ. മൈനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് ഈ പറഞ്ഞ പോലെ ഗൺ. ഓക്കെ വെയിറ്റ്, ആദ്യം അതിന് ഗണ്ണിന്റെ കാര്യം വെച്ച് തുടങ്ങാം. അതായിരിക്കും നല്ലത്. ഓക്കെ. അതായത് ഗണ്ണിന്റെ ഡ്യൂറബിലിറ്റി തീരുന്നുണ്ട്. അപ്പൊ നമ്മൾ അത് റിപ്പയർ ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന്റെ റിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ കിട്ടുന്നത് മൈനിങ്ങിൽ നിന്നാണ്. മനസ്സിലായോ? അപ്പൊ അതുകൊണ്ട് നമ്മൾ TV പ്രൊവൈഡ് ചെയ്യുന്നത് ആദ്യം 2 മൈനിങ് നമ്മൾ പ്രൊവൈഡ് ചെയ്യും. അതേപോലെ 2 ലംബർ. ഈ ലംബർ ജാക്ക് എന്തിനാണ് പ്രൊവൈഡ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഗണ്ണിന്റെ ബുള്ളറ്റ്സ്. ഓക്കെ. അതായത് ബുള്ളറ്റ്സ് നമുക്ക് ലംബർ ജാക്കിൽ കൂടെയാണ് കിട്ടുന്നത്. ഓക്കെ. ഇനി നിങ്ങൾക്ക് ഡൗട്ട് കാണും ഇതെങ്ങനെ സിറ്റിസൺ ആയിട്ട് കണക്ട് ചെയ്യുന്നത്. ഓക്കെ. സിറ്റിസൺ ആയിട്ട് കണക്ട് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വൺസ് ഈ മൈനിങ് ഏരിയ, അതായത് നമ്മളെ 2 മൈനിങ് ഏരിയ നമ്മള് ലീസിന് ക്ലബ്ബുകാർക്ക് കൊടുക്കും. മനസ്സിലായോ? അതായത് 2 മൈനിങ്ങും 2 ലംബർ ജാക്കും. ഓക്കെ. ബോർഡ് യൂസ് ചെയ്യും. അത് ഈ കാര്യം പറഞ്ഞിട്ട് വിടും. അപ്പം 2 മൈനിങ്ങും 2 ലംബർ ജാക്കും നമ്മള് ക്ലബ്ബുകാർക്ക് ലേലത്തിന് കൊടുക്കും. സോ അവർക്ക് കോള് വിളിച്ച് ആ 2 മൈനും അവർക്ക് എടുക്കാം. 2 മൈനും 2 ലംബർ ജാക്കും. ഓക്കെ. വൺസ് അവർ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ 2 മൈനും 2 ലംബർ അവരെ പേര് കാര്യങ്ങൾ വെച്ചിട്ട് അവരെ ബിസിനസ് ആയിട്ട് അവർക്ക് തുടരാം ക്ലബ്ബുകാർക്ക്. ഓക്കെ. ഓക്കെ. ഇനി അടുത്ത് ഞാൻ പ്ലാൻ വരച്ചു തരാം എന്താണ് പ്ലാൻ എന്നുള്ള രീതിയിൽ. ഓക്കെ. ബോർഡ് വലുതാക്കി എങ്ങനെയല്ലോ ഷോർട്ട് ബോർഡ് കാണോ? Rayu, you can do it. അല്ല ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ലംബർ ജാക്ക് വെച്ച് എങ്ങനെ ഉണ്ട ഉണ്ടാക്കുന്നേ? തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ചാറ്റത്തിൽ കുറെ ബോറിംഗ് ആസ് ഫക്ക്. എടാ RP എന്ന് പറഞ്ഞാൽ ഫുൾ ടൈം മറ്റേ സർക്കസിലെ കോമാളിയെ പോലെ ചിരിപ്പിച്ചുകൊണ്ടിരിക്കുന്നതല്ലെന്ന് മനസ്സിലാക്കാൻ ബുദ്ധിയുള്ളവർ മാത്രം കണ്ടാൽ മതി. ഇത് മനസ്സിലായോ? അങ്ങനത്തെമാരെ മാത്രം കണ്ടാൽ മതി.
RP ആണ്, ബഫൂൺസിനെ കൊണ്ട് വെച്ചിരിക്കുവല്ല അവിടെ. ഞാനൊന്ന് പടം വരയ്ക്കാൻ കിടിലോ അല്ല, എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് ഇറ്റ്സ് ഓക്കെ. എനിക്ക് വരയ്ക്കാണോ ഇത് നീ വരച്ചായിരുന്നു? വന്നോ സ്ക്രീനിൽ വന്നോ? 100. സോ ഫസ്റ്റ് വന്നേക്കുന്ന 1 അതെന്ന് പറഞ്ഞ സിറ്റിസൺ ആണ്. ഓക്കെ, ഞാനൊന്ന് ക്ലോസ് ചെയ്യും. വരച്ച് ചെയ്യാൻ ഭയങ്കര പാടാണ്, എന്നാലും ഞാൻ പറഞ്ഞുതരാം, നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, അതായത് സിറ്റിസൺസ് നേരെ ലംബർ ജാക്കിൽ അല്ല മൈനിങ്ങിൽ പോയി ഗ്രൈൻഡ് ചെയ്യും. അവിടെ 3 ഐറ്റംസ് ഗ്രൈൻഡ് ചെയ്യുമ്പോൾ കിട്ടും. അതായത് അങ്ങനെ കുറച്ച് കാര്യങ്ങൾ അവിടെ നിന്ന് കിട്ടും. സോ ഇവര് നേരെ സെല്ല് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ക്ലബ്ബ് ഓൾറെഡി മേടിച്ചല്ലോ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ക്ലബ്ബ് ഓൾറെഡി നമ്മുടെ ഇന്ന് മൈന് മേടിച്ചു. മൈനിങ് ക്ലബിനുള്ളതാണ്. ഓക്കെ, അവരെന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ കൊണ്ടുപോയി ഈ സിറ്റിസൺസ് വന്നിട്ട് മൈനിങ്ങിൽ ജോബ് എടുക്കും. ജോബ് ചെയ്തിട്ട് ആ ജോബ് നേരെ ലൈക്ക് ചെയ്തിട്ട് അതിന്റെ നമ്മൾ മൈനിങ് ചെയ്യാൻ ആ ഐറ്റം സെല്ല് ചെയ്യുന്നത് ക്ലബിന്റെ സ്റ്റോറേജിലായിരിക്കും സെല്ല് ചെയ്യുന്നത്. ഓക്കെ, സോ ആ സെല്ലിൽ നിന്ന് നമ്മൾ അവർ സ്റ്റോറേജ് ചെയ്യുമ്പോൾ അവർക്ക് അതിനുള്ള ഇൻകം കിട്ടും. സോ സിറ്റിസൺസിന് ഇൻകം കിട്ടും. അങ്ങനെ ഒരു സൈഡിൽ നിന്ന്. ഓക്കെ, സോ ഇനി നമ്മളിന്ന് ക്ലബ്ബുകാർ പൈസ ലേലത്തിന് കൊടുത്തിട്ട് പൈസയ്ക്കാണ് അവർ മേടിച്ച, അവർക്ക് എങ്ങനെ ഇൻകം കിട്ടുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്റ്റോറേജ് നിറയുമ്പോൾ ഇവര് നമ്മള് TVA ഷോപ്പ് എന്ന് പറഞ്ഞ ഷോപ്പുണ്ട്. ഓക്കെ, ആ ഷോപ്പിന്റെ അകത്ത് ഇവര് വന്ന് അവിടെ സെല്ല് ചെയ്യുമ്പോൾ അവർക്ക് ഇൻകം കിട്ടും. മനസ്സിലായി? അതായത് ഇപ്പം സിറ്റിസണിന് ഇപ്പൊ 1 ലക്ഷം രൂപ, ഒരു എക്സാമ്പിൾ പറയാണ്, 1 ലക്ഷം രൂപയാണ് അവർക്ക് മൈനിങ് ചെയ്യുമ്പോൾ കിട്ടുന്നതെങ്കിൽ ഈ പറഞ്ഞ പോലെ ഈ ക്ലബ്ബുകാർ ഇത് കൊണ്ട് സെല്ല് ചെയ്യുമ്പോൾ ചിലപ്പോൾ 2 ലക്ഷം ആയിരിക്കും അവർക്ക് കിട്ടുന്ന ഇൻകം. മനസ്സിലാവും? അപ്പം നമ്മൾ നോക്കുമ്പോൾ സിറ്റിസണിനും ജോബിന് ഇൻകം കിട്ടുന്നുണ്ട്, അതേപോലെ തന്നെ ക്ലബ്ബുകാർക്കും ഇൻകം കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പൊ ആ 2 സെക്ഷൻ കഴിഞ്ഞു. ആ ടൈമിൽ തന്നെ ലെമ്പർ ജാക്കും സെയിം പ്രോസസ്സാണ്. ലെമ്പർ ജാക്കിൽ ജോലി ചെയ്യുന്നവർക്ക് ഈ ഷോപ്പിൽ കൊണ്ട് സെല്ല് ചെയ്യുക, സെയിം പ്രോസസ് തന്നെ ഇത് വരുന്നത്. ഈ രണ്ടും സെല്ല് ചെയ്യുന്നത് TVയുടെ ഷോപ്പിലായിരിക്കും സെല്ല് ചെയ്യുന്നത്. ഓക്കെ, TVയുടെ ഷോപ്പിൽ നിങ്ങൾ വീഡിയോ കണ്ട പോലെ TVA ഫാക്ടറി എന്ന് പറഞ്ഞൊരു സംഭവം, അതായത് TVയുടെ ഫാക്ടറിയാണ്, അവിടെയാണ് എല്ലാം ഇത് നടക്കുന്നത്. ഇതിന്റെ ഒപ്പം തന്നെ ഈ ഷോപ്പിന്റെ അകത്ത് നമ്മളെ ഡ്യൂറബിലിറ്റി തീർന്ന ഗൺസ് കൊണ്ട് സെല്ല് ചെയ്യാം. കാരണം ഈ കുറഞ്ഞ ഗണ്ണ് കൊണ്ട് നമ്മളെ കൊണ്ട് ഒരു ഉപയോഗമില്ല. നമ്മുടെ ഗ്യാങ് ഹൗസിൽ തന്നെ വന്ന് എടുത്താൽ ഒരു സിറ്റുവേഷൻ എടുക്കാൻ വേണ്ടി പോയാൽ തന്നെ അതിന്റെ അകത്ത് ഡ്യൂറബിലിറ്റി കുറഞ്ഞ ഗൺസ് ആണ് അതിന്റെ അകത്ത് ഇരിക്കുന്നത്. അതേപോലെ ആ കുറഞ്ഞ ഗണ്ണ് എടുത്തിട്ട് മറച്ചു വെക്കുന്നതും മറ്റ് പല പല പരിപാടികളും നടക്കുന്നുണ്ട് സിറ്റിക്കകത്ത്. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, ഈ ഗൺസ് ആവശ്യമില്ലാത്ത ഗൺസ് എല്ലാം കൊണ്ട് സെല്ല് ചെയ്യുക. സെല്ല് ചെയ്യുമ്പോൾ നമ്മൾ മേടിക്കുന്ന എത്ര രൂപയ്ക്കാണ് മേടിക്കുന്ന ഗണ്ണിന്റെ ഒരു 1%, അതായത് ഒരു 1 ലക്ഷം രൂപ സംതിങ് ഒരു റേറ്റ് നമുക്ക് ആ സെല്ല് ചെയ്യുന്ന സ്ഥലത്ത് കിട്ടും. അതായത് TVA ഷോപ്പിന്റെ അവിടെ നിന്ന് കിട്ടും. ഓക്കെ, ആ ഷോപ്പിന്റെ അവിടെ നിന്ന് കിട്ടും. ഓക്കെ, അത് കഴിഞ്ഞ് നമ്മൾ അത് കഴിഞ്ഞിട്ടാണ് നമ്മളെ, അതായത് നമ്മൾ മെയിൻ ആയിട്ട് പറയാനുള്ള പോയിന്റ് വരുന്നത്. അതായത് TVയില് ഇപ്പോഴത്തെ കറന്റ് സ്ലോട്ട് എന്ന് പറഞ്ഞാൽ 35 സ്ലോട്ടാണ് ഉള്ളത്. ആണോ അല്ലേ? അപ്പം നമ്മള് കറന്റ് നമ്മള് ഭയങ്കര ഇതിൽ ഫേസ് ചെയ്തുകൊണ്ടിരിക്കണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബാക്കി ഇപ്പൊ 30 ബാക്കി എന്ന് പറഞ്ഞാൽ 10 പേരുണ്ട്. ഈ 10 പേര് ഇനാക്റ്റീവ് അല്ല, ആക്റ്റീവ് ആണ്. അണ്ണൻ തന്നെ കിടന്ന് കഷ്ടപ്പെടുന്നുണ്ട്, ആരൊക്കെ ആഡ് ചെയ്യണം, ആഡ് ചെയ്യണം. സോ വീക്കിലി അണ്ണൻ മാറ്റുന്ന ആ ഇപ്പൊ ഒരു കറന്റ് ഒരു 10 കൂട്ടിക്കോ, 10 പ്ലേയേഴ്സ് നമ്മുടെ ബിസിനസ് ആയിരിക്കും നോക്കുന്നത്. അതായത് TVA ഫാക്ടറി ആയിരിക്കും അവർ മാനേജ് ചെയ്യുന്നത് ആ 1 വീക്ക്. മനസ്സിലായി? സോ അണ്ണന് കൺഫ്യൂഷൻ കാണും, ആ ഫാക്ടറിയിൽ എന്തായിരിക്കും അവരുടെ ആക്ടിവിറ്റീസ്. ഞാൻ പറഞ്ഞുതരാം. അതായത് ഈ വൺസ് നമ്മള് ക്ലബ്ബുകാർ വന്നിട്ട് സ്റ്റോർ ചെയ്യുന്ന നമ്മളെ ഐറ്റംസ് നേരെ ഇവര് ട്രക്ക് വഴി ട്രാൻസ്പോർട്ട് ചെയ്യും. എവിടെ? TVA ഫാക്ടറിയിലോട്ട്. ഓക്കെ, TVA ഫാക്ടറിയിൽ വരുന്ന കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ മൈനിങ് ചെയ്യുന്നതിന്റെ പ്രൊഡക്ട്സും വരും, ലംബർ ജാക്കിന്റെ പ്രൊഡക്ട്സ് വരും, അതോടൊപ്പം തന്നെ ഗൺസും വരും, നമ്മുടെ റിപ്പയർ ചെയ്യാനുള്ള ഗൺസും വരും. ഈ 3 സാധനങ്ങൾ ട്രാൻസ്പോർട്ട് ചെയ്ത് നമ്മുടെ TVയുടെ ഇൻട്രസ്റ്റ് ഫാക്ടറിയിലോട്ട് വരും. സോ ഇത് കഴിഞ്ഞ ശേഷം നമ്മളെ മാനേജേഴ്സ്, അതായത് TVA വർക്കേഴ്സ് അല്ല, മാനേജ് ആണ് ചെയ്യുന്നത്. അപ്പൊ ഇവർക്ക് ഹയർ ചെയ്യാൻ പറ്റും പുറത്തുനിന്നുള്ള ആൾക്കാരെ. അതായത് ഇപ്പൊ നമുക്ക് അറിയാന്നുള്ള പിള്ളേരോ അല്ലെങ്കിൽ നമ്മളെ കൂടെ നല്ല രീതിയിൽ RP ഹെൽപ്പ് ചെയ്യുന്നവർക്കോ നമുക്ക് ജോലി ഹയർ ചെയ്യാൻ പറ്റും. മനസ്സിലായി? അതായത് അവർക്ക് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ജോബ് കൊടുക്കാൻ പറ്റും. ഓക്കെ, അവർക്ക് വേണമെങ്കിൽ നമ്മളെ ജോബിന് വേണ്ടി അവർക്ക് ഒന്ന് അപ്ലൈ ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഒരു ഇന്റർവ്യൂ സെക്ഷൻ തന്നെ ഇവർക്ക് ഒരു RP സെക്ഷൻ തന്നെ അതിന്റെ അകത്ത് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പൊ ഈ ഇറങ്ങിപ്പോയവർക്ക് അവിടെ ഒരു RP ആയിട്ടുണ്ട്. വീക്കിലി നമ്മൾ ഇത്രയും ടാർഗറ്റ് ആണ് കൊടുക്കുന്നത്. അതായത് ഗണ്ണ് വരുന്നതിനനുസരിച്ച് അത് റിപ്പയർ ചെയ്യണം അവരെ പരിപാടി. അപ്പൊ അവിടെ നിന്ന് വന്ന ഈ ഐറ്റംസ് വെച്ചിട്ട് വേണം അവിടെ ക്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഗണ്ണിനെ റിപ്പയർ ചെയ്ത് ഗണ്ണിനെ ഡ്യൂറബിലിറ്റി കൂട്ടാൻ വേണ്ടി അവിടെ വെച്ചിട്ടായിരിക്കും ഇതിന്റെ ക്രാഫ്റ്റിംഗ് പരിപാടി എല്ലാം നടക്കുന്നത്. മനസ്സിലായോ? അതായത് അപ്പൊ ഈ ഹയർ ചെയ്ത 15 പേരായിരിക്കും അവിടെ വർക്ക് ചെയ്യുന്നത്.
വൺസ് നമ്മുടെ 1 വീക്ക് കഴിഞ്ഞ് 7ാമത്തെ അതായത് സൺഡേ വരുന്ന ദിവസം നമ്മൾ ചെക്ക് ചെയ്യും ഈ 15 പേരില് ആരൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട് ആരൊക്കെ വർക്ക് ചെയ്തിട്ടില്ല എന്ന് നോക്കും. വർക്ക് ചെയ്യാത്തവരാണെങ്കിൽ നമ്മൾ അവരെ ഫയർ ചെയ്യും. ഓക്കെ, ഫയർ ചെയ്ത് പുതിയ ആളെ എടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത വീക്കില് നമ്മള് നെക്സ്റ്റ് വീക്കില് TVയിൽ നിന്ന് സ്ലോട്ടിൽ നിന്ന് മാറുന്നവര് മാനേജേഴ്സ് ആയിട്ട് വരും. അവിടെ അവരായിരിക്കും അടുത്ത പുതിയ ടീമിനെ ഹയർ ചെയ്യുന്നത്. അങ്ങനെ വീക്കിലി മനസ്സിലായി ഇനാക്റ്റീവ് ആയിട്ടുള്ള വർക്കേഴ്സിനെ ഈ അകത്താക്കുകയും ചെയ്യും പുറത്താക്കുകയും ചെയ്യും. അത് വീക്കിലി നടക്കുകയും ചെയ്യും. സോ ഇനി ഇവിടുന്ന് റിപ്പയർ ആയ ഗണ്ണ് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയറക്ട് ടു സെൽ ലൈക്ക് മിസ്ട്രക്സ്. മനസ്സിലാവും? ഈ ഗൺസ് നമ്മൾ മിസ്ട്രക്സിന് സെൽ ചെയ്യുന്നുണ്ട്. അവര് അത് ഗാങ്സിന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ ഇതൊരു സർക്കിൾ ആണ്. ഇതിലൊരു ഗാങ് മാത്രമല്ല, എൻറ്റയർലി സിറ്റിയിൽ എല്ലാവരും കൂടി കണക്ട് ചെയ്യുന്ന ഒരു ബിസിനസ് ആണ് ഞാൻ ഇന്ന് ഇവിടെ അവതരിപ്പിക്കുന്നത്. കുറച്ചു മുമ്പ് കുറച്ച് ഡൗട്ടുകളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇതില് എൻറ്റയർലി സിറ്റി ഒരു ഗാങ് അല്ല നടത്തുന്നത്, എൻറ്റയർലി സിറ്റിയിലുള്ളവരാണ് ഈ ബിസിനസ് കൊണ്ടുപോകുന്നത്. സോ ഇതിന്റെ സൈക്കിൾ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഹൈറാർക്കിയിൽ ഇരിക്കുന്നവർക്ക് വരെ ഈ ഒരു ബിസിനസ്സിൽ പാർട്ടുണ്ട്. സോ ഇതാണ് ബിസിനസ് ഐഡിയ അല്ലെങ്കിൽ എന്റെ ടീമിന്റെ ബിസിനസ് ഐഡിയ. ഓക്കെ, ഹലോ, ഓക്കെ അല്ലേ? അടിപൊളി അടിപൊളി. ഇതൊരു കിഡിലോ ഐഡിയ ആണ്. ഇത് ഞാൻ പറയാം, ഫ്രം സിറ്റിസൺ ക്ലബ്ബ്, ഗാങ്സ്, മിസ്റ്റർ എക്സ് എല്ലാരും ഉൾപ്പെടുത്താൻ പറ്റിയൊരു സാധനമാണ്. വാട്ട് ഡു യു തിങ്ക് അപ്പാപ്പൻ? അപ്പാപ്പൻ പോസിബിൾ അല്ല? പോസിബിളാ. അത് ഇല്ലീഗലാ. അതായത് അതിന്റെ അകത്ത് നമുക്ക് ഇത് ഇന്റഗ്രേറ്റ് ചെയ്യാൻ പറ്റും. സോ ലീഗൽ പ്ലസ് ഇല്ലീഗൽ ആണ് ഇവിടെ വരുന്നത്. മനസ്സിലായോ? സോ പുറത്തുനിന്ന് നോക്കുമ്പോൾ നമ്മൾ ഈ മൈനിങ് ചെയ്യുന്നവര് ലീഗൽ ബിസിനസ് ആണ്. അവര് പ്രൊഡക്റ്റ് ചെയ്യുന്ന സാധനം നേരെ ഷോപ്പിൽ കൊണ്ടുവന്നത് ലീഗലാണ്. അത് നേരെ TVA ഫാക്ടറിയിലോട്ട് പോകുന്നത് ലീഗലാണ്. പക്ഷെ TVA ഫാക്ടറിയിൽ വന്നു കഴിഞ്ഞാൽ അത് ഇല്ലീഗൽ ആയിട്ട് മാറുന്നു. മനസ്സിലായി? ആ ഇല്ലീഗൽ ഗൺസ് നേരെ മിസ്ട്രക്സിന് കൊടുക്കുന്നു. അതും ഒരു ഇല്ലീഗൽ ആക്ടിവിറ്റി. അത് ഗ്യാങ് ആണ് ഹാൻഡിൽ ചെയ്യുന്നത്, സിറ്റിസൺസ് അല്ല. സോ ഇത് 2 ഐഡിയാണ് വരുന്നത്. ലീഗൽ പ്ലസ് ഇല്ലീഗൽ ബിസിനസ് ഐഡിയാണ് ഞാൻ പറഞ്ഞ ഓൾ ഇൻ വൺ. അതാണ് ഞാൻ വന്നപ്പോഴേ പറഞ്ഞത്, ഈ നമ്മൾ കൊണ്ടുവന്ന ഇനിഷ്യേറ്റീവ് ഐഡിയ ഓൾ ഇൻ വൺ ആണ്. മനസ്സിലായി? എല്ലാവർക്കും TVA എന്ന് പറഞ്ഞ ഒരു ബിസിനസ് കൊണ്ടുവരുവാണെങ്കിൽ അത് എല്ലാവർക്കും പാർട്ടാണ്. അതുപോലെ തന്നെ ഇതിൽ നമുക്ക് അങ്ങോട്ട് പോകുമ്പോൾ നമ്മുടെ മറ്റേ തലതെറിച്ച അപ്പൂപ്പന് ചോദിച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ ഇതിൽ കുറെ വേണമെങ്കിൽ ഗൺസിനൊക്കെ പല പല കളറ് അങ്ങനത്തെ ഡിസൈൻസ് അങ്ങനെയൊക്കെ കൊണ്ടുവരാൻ പറ്റും. അതൊക്കെയാണ് നമ്മുടെ ഐഡിയാസ്. ദിസ് ഈസ് അവർ ഐഡിയാസ്. താങ്ക് യു സോ മച്ച് ഫോർ ചെറിയൊരു വേരിയേഷൻ ഉണ്ട്. നിങ്ങൾ പറഞ്ഞ ഐഡിയയിൽ ബുള്ളറ്റ് മാത്രം ഉണ്ടാക്കാൻ പറ്റത്തുള്ളേ. അല്ല, ഇത് ഡ്യൂറബിലിറ്റി റിപ്പയറിംഗ് ആണ്. അല്ല, അത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഞങ്ങൾ എന്തായാലും വിളിക്കാം. അപ്പൊ താങ്ക് യു. ഇനിയുണ്ടോ? വാസന എല്ലാരും ഒന്ന് നമ്മളൊരു സാമ്പിള് കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മള് പ്രൊഡക്റ്റ് തുടങ്ങുന്ന മുമ്പേ നമ്മളൊരു സാമ്പിള് കൊണ്ടുവന്നിട്ടുണ്ട്. സോ നിങ്ങൾ അത് ഉദ്ഘാടനം ചെയ്യണം പ്ലീസ്. വാസോണൻ ഫോർവേഡ് ഫ്രണ്ടിലോട്ട് വരാം. എല്ലാരും നിങ്ങൾ നിന്നോട്ടെ. എന്നിട്ട് ടീല് മറ്റേ ചാറ്റില്ലേ, ചാറ്റിൽ നിങ്ങൾ ജസ്റ്റ് AB അടിക്കും, എന്നിട്ട് എൻ്റർ അടിക്കാം. T/AB നിങ്ങൾ തന്നെ ഉറപ്പിച്ചാ? അല്ല, അത് TVA ആമോ പ്രീമിയം RP ആമോ സപ്ലൈ. എന്നിട്ട് നിങ്ങൾ /AP അടിക്കും, എന്നിട്ട് ഞാൻ പറഞ്ഞു AP അടിക്കും /AP. ഇത് കയ്യിന്ന് പോണല്ലോ കേട്ടോ. ഒന്നുകൂടെ അടി /AP. ഓക്കെ, ഇനി അടുത്തത് ഇനിയുണ്ട്. അടുത്ത പറ. അത് ജസ്റ്റ് ഫ്രണ്ടിൽ ഒന്ന് പ്ലേസ് ചെയ്ത് AP അടിക്കാം. തുറന്നു വന്നിട്ടോ. രണ്ട് ഫോട്ടോ അല്ലല്ലോ. നമുക്കിത് ഡാമാണ്. നമുക്ക് ഒരു അണ്ണൂല്ലേ. ഇനി ഒന്നും കൂടി ഉണ്ട്. അപ്പൊ നിങ്ങൾ W ചെയ്ത് നിൽക്കണ്ട, മൗസ് മാത്രം സ്ക്രോളാ പിന്നെ മാറ്റിയാൽ മതി. നിങ്ങൾ /A എൻ്റർ അടിക്കും.
What the fuck? Sealed. Open. Ammo. എന്റെ പൊന്നോ, എന്തൊക്കെയാണ് ചെയ്ത് വെച്ചിരിക്കണേ. രായൻ എപ്പോഴും ഇങ്ങനെയാണ്. അത് എല്ലാവരും വെച്ച ആൾക്കാരെ ഐഡിയ അടിച്ചത്. എടാ വിഷയം സാധനം. എന്തിനൊക്കെയാണ് ചെയ്ത് വെച്ചിരിക്കണത് നിഞ്ച മാറ്റേ. നമ്മളൊരു 2 ദിവസത്തെ ഹാർഡ് വർക്ക്. സമയം പക്ഷേ കിട്ടിയില്ലേ? ആ ഒരു വിഷമം ഇത് നേരത്തെ ഒന്ന് രായൻ കിടന്ന് ഇമോഷണൽ ആയി പോയി. ഇത് ഐഡിയ ചേർത്ത് വന്നോണ്ട് സീനില് അടിപൊളിയാടാ. കിടലം സംസാരിക്കാണ് കേട്ടോ. അപ്പൊ ഇത് സീരിയസ് ആയിട്ട് ഈ അസോസിയേറ്റ്സിൽ എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഇത്. എനിക്കൊന്ന് സംസാരിക്കണം അപ്പാപ്പന്റെ അടുത്ത്. സംസാരിക്കാലോ. മോറോവർ ഇതേ രായന്റെ പ്രസന്റേഷൻ അടിപൊളിയായിരുന്നു. 3 പേരുടെയും പ്രസന്റേഷൻ അടിപൊളിയായിരുന്നു. അടിപൊളി എക്സ്പ്ലനേഷൻ കൊള്ളായിരുന്നു. സോ മച്ച്. താങ്ക് യു. മൈക്ക് മ്യൂട്ട് ആയിരുന്നല്ലോ ചന്ദ്ര, നമ്മുടെ ഫോട്ടോ ഇല്ല കേട്ടോ. RDR കളിച്ച അവിടുന്ന് ഐഡിയ നോക്കി, ആർക്ക് എടുത്ത അവിടുന്ന് ഐഡിയ നോക്കി. നീയൊക്കെ ഇത് കളിക്കാത്ത വല്ലവരുടെ എടുക്കുന്ന ഐഡിയ നോക്കി കുഴപ്പമില്ലേ. അപ്പൊ ഈഗോ അടിച്ചു കേട്ടോ. ഞാൻ പറഞ്ഞതാ അതല്ല, ഇത് ആർക്കിലുള്ള ഏടായത്. ഊത്തന്മാരെ വിടുക. ആർപി പോയിട്ട് ഒരു പറയൂലും കാണാം. അമ്മമാര് കണ്ടിട്ടുള്ളതൊക്കെ വേറെ കുറെ കാര്യങ്ങളാണ്, മനസ്സിലായി. അതുകൊണ്ട് അവർക്ക് അറിഞ്ഞൂടാ ഇതിനെ പറ്റി. അവർക്ക് അമ്മമാരൊക്കെ വിട്. ഇത് വിഷയമായിട്ടുണ്ട്. ആരാ നീയാ? പക്ഷെ വാസു എന്നെ മറ്റേ അതിശയപ്പെടുത്തി എന്തോ അറിയാവോ പ്രസന്റേഷൻ. അതെന്താ ജോക്കി എന്തെല്ലാം ജോക്കി ഇങ്ങനെ എടുത്തെടുത്ത് പറയണേ? എന്തോ അല്ല വീണ്ടും എടുത്തെടുത്ത് പറയണേ. എല്ലാം നന്നായിട്ടുണ്ട്. ഞാൻ നേരത്തെ മൈക്ക് മ്യൂട്ടായിരുന്നു. ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു ലവ് കൺസൾട്ടൻസിയാണ്. ഈ സിറ്റിയിൽ ഇപ്പൊ ഏറ്റവും കൂടുതലുള്ളത് കപ്പിൾസ് ആണ്. കപ്പിൾസ്, പിള്ളേര്, അങ്ങനത്തെ ഒരു ഇതാണ് നമ്മളിപ്പോ കാണുന്നത്. പിന്നെ എന്തിനാ ലവ് കൺസൾട്ടൻസി? ഓൾറെഡി എല്ലാവർക്കും സെറ്റാ. പിന്നെ നീ ഇനി പറഞ്ഞ സെറ്റ് അല്ല ഇവിടെ കൂടുതൽ ബ്രേക്കപ്പുകളാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ പലരും ഒന്നിക്കാൻ ഒരുപാട് അടുത്ത ചൈന ടൗണ്, ഷാർജ, ശരവണ ബ്രദേഴ്സ്. ഓക്കെ, അപ്പൊ അടുത്തതായി ടീം ചൈന ടൗൺ, SRK, അപ്പുക്കുട്ടൻ, അമ്പത്തൂർ. വലിയ പ്രതീക്ഷയൊന്നുമില്ല. അമ്പത്തൂരിലൊരു പ്രതീക്ഷയുണ്ട്. അപ്പുക്കുട്ടുള്ള പ്രസന്റേഷനും ഒരു പ്രതീക്ഷയുണ്ട്. എവിടെ പോയാലാണോ താൻ? ബിൽഡിംഗ് കുലുക്കം. അഡ്വാൻസ് കൊടുത്തു. എത്ര മതിയോ? താങ്ക് യു ഫോർ മേക്കിംഗ് ദിസ് റിയലിസ്റ്റിക്. താങ്ക് യു സോ മച്ച്. കല്യാണത്തിനായിരുന്നു. എന്താ കല്യാണോ? ഹലോ. നമസ്കാരം. അമ്പത്തൂർ, that idea was brilliant, അമ്പത്തൂർ. പറഞ്ഞോ. Hi sir. Hi. We are representing Chinatown, sir. Chinatown. Okay. Okay. Yes. Okay, എന്തുകൊണ്ടാണ് നിങ്ങളുടെ ഇതിന് Chinatown എന്ന് പേരിട്ടത്? നമ്മുടെ തീമ് ചൈനയാണ്. ഒരു ചൈന ടൗണിന്റെ ഒരു അന്തരീക്ഷം. അതിപ്പം നമ്മളൊരു വീഡിയോ നിങ്ങൾ കാണിച്ചു തരുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. ഇത് ആൾറെഡി ഞങ്ങൾ ഈ പ്രോജക്റ്റ് ഞാൻ ആൾറെഡി സ്റ്റാർട്ട് ചെയ്ത് വെച്ചാണ്. പക്ഷെ ഇനി ഇൻവെസ്റ്റേഴ്സും അതേപോലെ കുറെ തടസ്സങ്ങൾ കാരണം ഇൻട്രോഡ്യൂസ് ചെയ്യണേ. അത് നമ്മൾ ചെയ്യാം. അതിന്റെ സ്ലൈഡ്സും കാര്യമുണ്ട്. ആദ്യം നമുക്ക് അതിന്റെ വീഡിയോയിലോട്ട് കുറെ ബിസിനസ് ഐഡിയാസ് കുറെ പേർക്ക് കാണിച്ചു കൊടുത്തതാണ്. അപ്പൊ അവരെല്ലാരും ഇൻട്രസ്റ്റഡും കൂടിയാണ്. അപ്പൊ നിങ്ങൾക്ക് കൂടി കാണിക്കാന്ന് വിചാരിച്ചു. ഡിമാൻഡുള്ള ബിസിനസ് ആണ്. എനിക്കറിയാം. ഇതൊക്കെ നിങ്ങളിപ്പോ അറിയുന്ന കാര്യമല്ലേ. ഇതൊക്കെ ഒരു കുറെ നാൾക്ക് മുമ്പ് എനിക്കറിയാം.
ഉണ്ണിക്കൈ വളരെ വളരെ ഹലോ കൈ വളരെ എന്ത് പറയുന്നു ചൈനയും പറഞ്ഞോണ്ടിരിക്കുന്നു. What is this, guys? ഹലോ എന്ത് ടെക്നിക്കൽ എറർ ആണ് തോന്നുന്നു സാർ. Let me check, sir. Yeah, of course. ഈ കോനിച്ചിവ ഒന്നും ചൈനീസ് ഒന്നും അല്ല Sorry. Japanese. അതൊക്കെ നമുക്കറിയാവേ. Private service. അതാരാ അത്? നെവർ ഡിസപ്പോയിന്റ്. അതെന്താ AS എന്താ? അമ്പത്തൂർ അപ്പുക്കുട്ടൻ സാർ. വാവ്. ഓക്കെ. അപ്പൊ നിങ്ങളെ ഒരു ചൈനീസ് തീം വരുന്ന ഒരു കസിനോ പ്ലസ് ഇതാണ് നിങ്ങളുടെ ബിസിനസ് ഐഡിയ. നമ്മള് അതാണ് നമ്മുടെ ഇത്. നമ്മള് ലെറ്റ്സ് ബിൽഡ് ദ ഫ്യൂച്ചർ ഓഫ് എന്റർടൈൻമെന്റ് എന്നാണ് നമ്മുടെ ഒരു പ്ലാൻ. അതായത് നമ്മുടെ ഒരു സിറ്റിയിൽ തന്നെ ഒരു വേറൊരു ചെറിയ ഒരു നൈറ്റ് ലൈഫ് നഗരമാണ് ഞങ്ങളുടെ പ്ലാൻ. ശരിക്കും പറഞ്ഞു സാമ്പിൾ കൊണ്ടുവന്നിട്ടുണ്ടോ ഡാൻസ് കളിക്കുന്ന യുവതി അങ്ങനെ എന്തെങ്കിലും? ഇല്ല സാർ, അതെല്ലാം നമുക്ക് അവിടെ ഞങ്ങൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അത് വിസിറ്റ് ചെയ്യാൻ. അതൊക്കെ പ്രീമിയം സെക്ഷനിലോട്ടാണ്. അതിനൊക്കെ അത് എല്ലാം ഒരു പ്രീമിയം ഒരു കാസിനോ എന്ന് തന്നെ പറയാം നമുക്ക്. മെമ്പേഴ്സിനാണ് കൂടുതൽ നമ്മള് കൊടുക്കുന്നത്. ഇത് ശരിക്കും ഒരു ഗ്യാങ്ങിന്റെ തന്നെ ലീഗലാണ്. പൈസ എടുത്തില്ല. പൈസ സർവീസിംഗിലാണോ ചെയ്യുന്നത്? അല്ല അതൊക്കെ എത്ര കോടി രൂപയാണ് നിങ്ങൾ ഇതിന്റെ ഒരു ഇൻവെസ്റ്റ്മെന്റ്? നമുക്ക് ഒരു സ്ലൈഡും കൂടി ഉണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മളത് കൂടി വെച്ചിട്ട് നമ്മുടെ ബോസ് അത് കറക്റ്റ് പറഞ്ഞു തരുന്നതാണ് നിങ്ങൾക്ക്. ഞാൻ പറഞ്ഞു ആരാ ബോസ്? അമ്പത്തൂരാണോ? അമ്പത്തൂർ ബോസ്. ആ വള്ളം അപ്പൊ ഇറക്കും തിണ്ടത്തിരിക്കണേ. ചന്ദ്ര അൺകൾച്ചേർഡ് എന്താണിത്? ഞാനല്ലേ സാർ, ഇതാണ് നമ്മുടെ വെൽക്കം റിസപ്ഷൻ ഹാള്. ഓക്കെ സാർ, വാടാൻ പറഞ്ഞിരിക്കുന്നത് ഞങ്ങളാണ് സാർ. അത് സാരി കൊടുക്കുന്ന ആരാ നിൽക്കുന്നത്? അത് അവിടുത്തെ റിസപ്ഷൻ. ഇത് നമ്മുടെ റിസപ്ഷന്റെ നമ്മുടെ കൗണ്ടറാണ് സാർ. മണി കൗണ്ടർ. ഇവിടെയാണ് നിങ്ങൾക്ക് റിസപ്ഷനിൽ കാശും പിന്നെ അതുപോലെ തന്നെ കോയിൻസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇത് നമ്മുടെ പ്രീമിയം ബാർ കൗണ്ടറാണ് സാർ. പ്രീമിയം ബാർ കൗണ്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ സ്റ്റഫും കിട്ടുന്നതായിരിക്കും നിങ്ങൾക്ക് സത്യം പറഞ്ഞു. അതേപോലെ തന്നെ നമ്മൾ പലതരം കാസിനോ ഗെയിംസ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് സാർ. സ്പിൻ, അതേപോലെ തന്നെ സ്പിൻ ഉണ്ട്. നിങ്ങൾക്ക് ക്യാഷ് ചേഞ്ച് ചെയ്ത് കോയിൻസ് ആക്കിയിട്ട് ഇതിൽ ആഡ് ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ നമ്മൾ ഫൈറ്റ് ക്ലബ്ബ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നു സാർ. ഇറ്റ്സ് ഇല്ലീഗൽ ഫൈറ്റ് ക്ലബ്ബ് നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതേപോലെ അവിടെ VIP റൂംസ് ഉണ്ട് നിങ്ങൾക്ക് മാച്ചസിലാണ്. അതേപോലെ തന്നെ നിങ്ങൾക്ക് ബെറ്റ് വെക്കാം നിങ്ങളുടെ പ്ലേയേഴ്സിന് വേണ്ടി, ആരാണ് ഫൈറ്റ് ചെയ്യുന്നവർക്ക്.
അതേപോലെ നമ്മുടെ മണി വാഷിംഗ് നമ്മളവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇറ്റ്സ് ഇല്ലീഗലാണ്. അതേപോലെ പ്രൈവറ്റ് സെക്ഷൻസ് ഉണ്ട് സാർ, അത് പ്രീമിയം ആണ്, VIP മാത്രം. അതെ. ഇത് നമ്മുടെ ചൈനീസ് സ്പെഷ്യൽ കിച്ചൺ ഉണ്ട് സാർ. നമുക്ക് അവിടെ ചൈനീസ് ഫുഡ്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നു. നീറ്റ് ആൻഡ് ക്ലീൻ ആണ് സാർ. സാർ അത് വെരി നീറ്റ് ആൻഡ് വെരി നീറ്റ് ആൻഡ് ക്ലീൻ. ഓക്കെ സാർ, നമ്മൾ ബിൽഡിംഗ് എക്സ്പീരിയൻസ് ഓഫ് ക്രിയേറ്റിംഗ് വാല്യൂ, അതൊക്കെയാണ് നമ്മുടെ ഒരു തീം. പുതിയ ഒരു നൈറ്റ് ലൈഫ് ആണ് ഞങ്ങളുടെ ഒരു പ്ലാൻ. അതേപോലെ നമ്മുടെ ഒരു എക്സാക്ട് പ്ലാൻസ് ആണ് ഈ സ്ലൈഡിൽ കാണിക്കുന്നത്. ക്ലീനിങ് എക്സ്പീരിയൻസ്, പിന്നെ ടേബിൾ ഗെയിംസ് ഉണ്ട്, സ്ലോട്ട് ഗെയിംസ് ഉണ്ട്, ഒരു ഫൈനിങ് ഡൈനിങ്, ലക്ഷറി സ്റ്റാൻഡ്, നമ്മൾ കുറെ ഈവെന്റ്സ് പ്രൊവൈഡ് ചെയ്യും. പിന്നെ നമ്മുടെ അവിടുത്തെ ഒരു ബിസിനസ് മോഡൽ എന്ന് പറയുന്നത് അട്രാക്റ്റീവ്, എൻഗേജിങ് ആൻഡ് റീറ്റെയിനിങ് ആൻഡ് ഗ്രോ. ഇത് നമ്മൾ എക്സാക്ട് ഒരു ഫിനാൻഷ്യൽ ഇത് ഇട്ടിട്ടില്ല. അത് നമ്മുടെ ബിസിനസിന്റെ ആയിട്ട് റിലേറ്റഡ് ആയിട്ട് ഫിനാൻഷ്യൽ വരുമ്പോൾ നമ്മൾ അതിന്റെ ഗ്രാഫും കാര്യങ്ങളും നമ്മൾ നേരെ എല്ലാം മുകളിലോട്ടാണ്. അതെ സാർ, എല്ലാം നടന്നു കോൺഫിഡൻസ്. ഈ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആരാ സെലക്ട് ചെയ്തത്? അമ്പത്തൂർ വെരി ഗുഡ് വെരി ഗുഡ്. ലാസ്റ്റ് ലൈനിലോട്ട് പോയിട്ട് ഫണ്ട്സ് ഒന്ന് കാണിക്കണേ. അത് വിവരിക്ക് യൂസ് ഓഫ് ഫണ്ട്സ്. നിങ്ങൾക്ക് ഇപ്പൊ 100 കോടി നമ്മൾ തരുവാണെങ്കിൽ ആ 100 കോടി നിങ്ങൾ ബൈഫർക്കേറ്റ് ചെയ്യും. അത് പറഞ്ഞുതരാം സാർ. അത് ഞങ്ങൾ ചോദിക്കുന്നതെന്ന് വെച്ചാൽ ഇപ്പം ഈ ഒരു ബിസിനസ് തുടങ്ങാൻ നിങ്ങൾക്ക് എത്ര കോടി രൂപയാണ് നിങ്ങൾ ഇൻവെസ്റ്റ്മെന്റ്? സാർ, ഞങ്ങള് ആൾറെഡി ഇത് ചൈനയിലെ നമ്മൾ കുറെ ആൾക്കാരെയും വെച്ച് ഈ ബിൽഡിങ്ങിന്റെ പണി പകുതി കഴിഞ്ഞു. പകുതി നല്ല ഇതിന്റെ എല്ലാം കഴിഞ്ഞു. നമുക്ക് ഇവിടെ പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന കുറെ പേർക്ക് നമുക്ക് ജോബ് ഓപ്പർച്യൂണിറ്റീസ് സിറ്റിസൺസിന് കൊടുക്കാൻ പറ്റും. ഓക്കെ, അപ്പം അതുപോലെ തന്നെ അവിടെ കുറെ പേർക്ക് വർക്ക് ചെയ്യാനുള്ള സ്പേസസ് ഉണ്ട്, കിച്ചൺസ്, പിന്നെ കുറെ കാര്യങ്ങളുണ്ട്. അപ്പൊ ഇല്ലീഗലായിട്ട് നമുക്ക് അവിടെ ആർമറി സെക്ഷൻസ് ഒക്കെ ഉണ്ട്. അത് നമുക്ക് ഇല്ലീഗലായിട്ട് നമ്മളൊരു ഗ്യാങ് ആണല്ലോ, നമ്മളൊരു ഗ്യാങ്ങാരാണ് ആ ബിസിനസ് ഏറ്റെടുക്കുന്നെങ്കിൽ അവിടെ നമുക്ക് ഗൺസ് പ്രൊവൈഡ് ചെയ്യാനും അല്ലെങ്കിൽ അതിന്റെ എക്യുപ്മെന്റ്സും ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള. ഇല്ല, മിസ്റ്റർ എക്സ് അല്ല സാർ, ഞാൻ പറഞ്ഞ മിസ്റ്റർ എക്സിന്റെ കാട്ടി നമ്മൾ പുറത്തോട്ട് വിടും. എന്നുവെച്ചാൽ എക്സ്പോർട്ടിങ്ങിന്റെ കാര്യമാണ് ഞങ്ങൾ പറയുന്നത്. അമ്പു, ഒരു പിച്ച് ചെയ്യുന്ന സമയത്ത് അമ്പുവിന്റെ മനസ്സിലൊരു ഫിഗർ കാണത്തില്ലേ, നമുക്ക് ഇത്ര നിങ്ങൾ എത്ര ഉദ്ദേശിക്കുന്ന ഈ ഒരു ഞങ്ങളുടെ ഈ ചൈന ടൗണിന്റെ പണി ഏകദേശം കഴിഞ്ഞു. ഇപ്പൊ ഞങ്ങളുടെ ഒരു ടാർഗറ്റ് എന്ന് പറയുന്നത് ഒരു 1000 CR ആണ്. പക്ഷെ ഈ 1000 CR സാർ അല്ലല്ല സാർ, അതിനുള്ള ഉണ്ട് സാർ. ഈ 1000 കോടി നമ്മൾ ഇൻവെസ്റ്റ് ചെയ്താൽ ഈ 1000 കോടി നമുക്ക് റിട്ടേൺ നിങ്ങൾക്ക് എത്ര നാൾക്ക് കിട്ടുമെന്നാണ് നിങ്ങളുടെ ഒരു കണക്കുകൂട്ടൽ? നമ്മളൊരു 1 month ആണ് പ്രതീക്ഷിക്കുന്നത്. സത്യം പറഞ്ഞാൽ 1 month 1000 ജനറേറ്റ് ബാക്ക് ചെയ്യാൻ പറ്റില്ല സാർ. 1 month അല്ല, ഞങ്ങൾക്ക് ഒരു 4 month കൊണ്ട് ഈ പറയുന്ന 1000 അതിന്റെ ഇരട്ടി നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. പക്ഷെ സിറ്റിയിൽ ഓൾറെഡി കാസിനോസും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ഇല്ല സാർ, ഇല്ല, കാസിനോസ് ഒന്നും ഇല്ല സാർ, ഇപ്പൊ ഒന്നും പ്രവർത്തനമല്ല സാർ. ഓക്കെ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങളുടെ രണ്ടുപേരുടെ കോൺഫിഡൻസ് അങ്ങ് അറ്റത്തേക്കിലാക്കില്ലല്ലോ. പുള്ളി അവസാനത്തെ താങ്ക് യു പറയാൻ വേണ്ടി വന്നത്. ഓക്കെ ഓക്കെ ഓക്കെ, പ്ലീസ് അല്ല സംസാരിക്കില്ല, കോൺഫിഡൻസ് പുള്ളിക്ക് ഇല്ലെന്ന് തോന്നുന്നു. വയ്യ, ഛർദില. ഓക്കെ ഓക്കെ, എന്തായാലും ഐഡിയ കൊള്ളാം. നമ്മളത് ഡിസ്കസ് ചെയ്തതിന് ശേഷം നമ്മൾ അറിയിക്കുന്നതായിരിക്കും. എന്തായാലും താങ്ക് യു, പ്രസന്റേഷൻ കൊള്ളാം, അടിപൊളിയായിട്ട് ചെയ്തു, പണിയെടുത്തിട്ടുണ്ട്. അപ്പോൾ താങ്ക് യു സോ മച്ച്. കുറച്ച് കോൺഫിഡൻസ് കൂടി സംസാരിക്കണം. സാർ, നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത ഉറപ്പായിട്ടും ഞാനൊരു കാര്യം പറയട്ടെ, ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് യൂസ് ഓഫ് ഫണ്ട്സ് പറയുന്നില്ലല്ലോ എത്രയെന്ന്. സാർ, അതാ പറഞ്ഞത്, നമുക്കിപ്പം മൊത്തത്തിൽ നോർമൽ RP എന്ന് പറഞ്ഞാൽ ലീഗലും ചെയ്യുന്നുണ്ടല്ലോ, ഇല്ലീഗൽ സൈഡിലുമായിട്ട് എത്ര നമുക്കൊരു കണക്കൂട്ടല് ചെയ്ത് വരുന്നേ ഉള്ളൂ സാർ. ബിൽഡിങ്ങിന്റെ പണി സിറ്റിയിൽ വരുമ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഞങ്ങളത് ഷോ ഓഫ് ചെയ്യുന്നതായിരിക്കും, നിങ്ങൾ അവിടെ കൊണ്ടുവന്നായിരിക്കും. VIP റൂംസും അവൈലബിൾ. ഓക്കെ, അപ്പൊ എന്തായാലും താങ്ക് യു. അപ്പൊ നമുക്ക് അടുത്തത് ആരാണ്? ടീം ശരവണ ബ്രദേഴ്സ് എത്ര പെട്ടെന്ന് എത്തിച്ചേരേണ്ടതാണ്. ടീം ശരവണ ബ്രദേഴ്സ്, കീരി, ഡീമൻ, കോച്ച് അടങ്ങുന്ന ശരവണ ബ്രദേഴ്സ്. ആദ്യം തന്നെ അവരുടെ എനിക്ക് ചോദ്യം ചോദിക്കാം. ഇനി നമുക്ക് ഷാർജയും ഇത് വടയുടെ വല്ല വടക്ക് തുളയിടാൻ മെഷീനോ? ഇത് എനിക്ക് തോന്നുന്നു അങ്ങനെയാണ്, അങ്ങനെ എന്തോ പരിപാടിയാണ്.
രാത്രി വിളിക്കുന്നേ. ഹലോ ഹലോ സ്ഥിരം കോളേട്ടാ. ഹലോ 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 ഒരു സാധനം കൂടെ റെഡി ആവാനുണ്ട്. അടുത്ത് വിളിക്കാവോ? അടുത്ത് വിളിക്കാവുന്നു. അതെ. അങ്ങനെയാണെങ്കിൽ ടീം ഷാർജ വില്ലു ഡെസ്ട്രോ നീൽ. ടീം ഷാർജ ഡെസ്ട്രോ നീല് ഉറപ്പായിട്ട് വെടിയേക്കാൻ എന്തെങ്കിലും കേട്ടാ. ലാസ്റ്റ് ഓൾറെഡി അവര് ലാസ്റ്റ് പറഞ്ഞു വെച്ചിരിക്കുകയാണോടാ അവന്മാര്. ഇത്ര സമയം പോരടാ, 2.5 മണിക്കൂറായില്ലടാ. എടാ 3 പേരെ ഉള്ളു ഇനി വരാം. അതില് 2 പേരെ വിളിച്ച് ടീം തരിപ്പൻസ് അവൈലബിൾ ആണോ? ഹലോ കുഴപ്പമില്ല വാസവനെ, അവര് സമയം എടുക്കട്ടെ. വാസവനെ, അപ്പോ ഞാൻ ചോദിക്കുന്നത്, ഇത്രയും ബിസിനസ് ഐഡിയാസ് നമ്മൾ ഇവിടെ കണ്ടു അല്ലേ വാസവനെ? ഇതിൽ നിന്ന് വാസവന് ഇത്രയും ബിസിനസ് ഐഡിയാസ് നമ്മൾ ശബ്ദമില്ല പാപ്പ. ഇപ്പൊ കേക്കാവോ? അപ്പൊ ഇത്രയും ബിസിനസ് ഐഡിയാസ് ഇവിടെ കണ്ടതിൽ വാസവന് ഏതാണ് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത്? അപ്പൊ എനിക്ക് പ്രസന്റേഷൻ ഏറ്റവും അടിപൊളി മറ്റേ ഏബലിന്റെ ഗ്യാങ്ങിന്റെ ആയിരുന്നു. എന്നുവെച്ചാൽ പ്രസന്റേഷൻ അടിപൊളി എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞത് കുറച്ച് എൻഗേജിങ് ആയിരുന്നു. എനിക്ക് തോന്നിയത് അതാണ് ഒന്നാമത്തെ കാര്യം. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഈ നമ്മൾ ഈ തക്കടുവ അസോസിയേറ്റ്സ് തുടങ്ങിയതിന്റെ ഒരു കാരണം പോലും നമുക്കൊരു ചെയിൻ ഓഫ് ആൾക്കാർ നമ്മുടെ ടി വിക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നു എന്നുള്ളൊരു കാര്യം കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ രായനും ഗോകും ഒക്കെ പ്രസൻറ്റ് ചെയ്ത ആ ഒരു ഐഡിയ എന്ന് പറയുന്നത് നമുക്ക് സിറ്റിസൺസിനെയും ക്ലബിനെയും മറ്റേ എല്ലാവരെയും ഉൾപ്പെടുത്താൻ പറ്റും. മനസ്സിലായ? അതുപോലെ തന്നെ എല്ലാ ഐഡിയയും കൊള്ളാം. അത് നമുക്ക് ഈ സിറ്റിയിൽ എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളൊരു കാര്യം നോക്കണം. അതും വേറൊരു പോയിന്റ് ആണ്. അതെ. നമുക്കപ്പോ ഇതില് വാസവന് ഏറ്റവും ഇഷ്ടപ്പെട്ടത് പ്രസന്റേഷൻ അല്ലല്ല, അത് നമുക്ക് ഇപ്പൊ പറയണ്ട പാപ്പ, ഇത് നമുക്ക് പറയണ്ട. അത് നമുക്ക് കുറച്ച് കാര്യങ്ങളോട് ഡിസ്കസ് ചെയ്തതിനു ശേഷം നമ്മൾ ഫൈനലൈസ് ചെയ്തിട്ട് പറഞ്ഞാൽ മതി. എന്താടാ അത് ഇന്ന് പറയണ്ടല്ലോ റിസൾട്ട്. ഓക്കെ, ടീം ശരവണ ബ്രദേഴ്സ്, കീരി ഡീബൻ കോച്ച്. കാസിനോ കൊള്ളാം ഗൈസ്, എല്ലാം കൊള്ളാം. ഒന്നും കൊള്ളത്തില്ലെന്നല്ല ഞാൻ പറയണേ, എല്ലാം കൊള്ളാം. എല്ലാവരുടേതായിട്ടുള്ള രീതിയിൽ അവർ ചെയ്തിട്ടുണ്ട്. ഹോസ്റ്റ് എടുക്കുമ്പോ നല്ല ചട്ടിയിട്ട് നിൽക്കുന്നതല്ലേ നല്ലത്. അത് ശരിയാ, എല്ലാം കൊള്ളാം, എല്ലാം നല്ല ഐഡിയ. ഇരുചന്ദ്ര എന്താ പറ്റി? ടാബ് എടുത്തേ ഒന്ന്. ശരവണ ബ്രദേഴ്സ് കീരി ഡീവനും കോച്ചും. കഷ്ടം തന്നെ. ചേച്ചി വരുന്നു. എന്താണിത്? റൗക്കേടെ ആണോ ഇമാരി നീ ചെട്ടി മാറ്റി? സോറി. ഹലോ 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 ഗൈസ്, ഹലോ. ആദ്യം തന്നെ ചോദിക്കാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പേരിന്റെ പിന്നിലുള്ള ഒരു ഔചിത്യം എന്താണെന്നാണ് അറിയേണ്ടത്. ലൈക്ക് വൈ ശരവണ ബ്രദേഴ്സ്? അത് നമ്മുടെ പാർട്ണർ ഇത് നമ്മുടെ പാർട്ണർ കോച്ചിന്റെ കുടുംബ പേരാണ് ശരവണ. പുള്ളിക്ക് ഹോട്ടലൊക്കെ ഉണ്ട്. അപ്പൊ ആൾറെഡി ബിസിനസ് മാൻ ആണ് പുള്ളി. എന്താ ചന്ദ്ര ഇത്? ഓക്കെ, അപ്പൊ എന്റെ പേര് കിരി. ഇത് വലതുവശത്ത് കോച്ച്, ഇടതുവശത്ത് ഡീമൺ. ഓക്കെ, നമ്മളെ ബിസിനസ് പ്ലാൻ എന്ന് പറയുന്നത് ഇപ്പോ സിറ്റിയിൽ ഏറ്റവും കൂടുതൽ നടക്കുന്ന ഒരു കാര്യം എന്താണ് നിങ്ങളുടെ സൈഡിൽ നോക്കുമ്പോ? വാർ. അപ്പോ വാറും ആയിട്ട് ബന്ധപ്പെട്ട് ഒരു
ഒരു ബിസിനസ് ആണ് നമ്മൾ വരുന്നതിന് മുമ്പ് ഈ തോക്ക് പോയിട്ട് അതിനെ റീഫർബിഷ് ചെയ്ത് തിരിച്ചു കൊണ്ടുവരാതാണ്. അല്ലല്ല ഒരിക്കലല്ല ഒരു അഞ്ചു കൂട്ടം ആൾക്കാർ പറഞ്ഞിട്ട് പോയത്. അതായത് നമ്മൾ റിലാക്സേഷൻ മോഡലാണ്. അതായത് നമ്മൾ വാറ് സിറ്റുവേഷനെ കഴിഞ്ഞിട്ട് ഉള്ള ഒരു കാര്യം. അതായത് നമ്മളിപ്പോ ഹോസ്പിറ്റലിൽ പോയി റിക്കവർ ആവുന്നു, അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ടല്ലോ. അത് കഴിഞ്ഞിട്ട് ഞാൻ പറയട്ടെ. അപ്പം അത് കഴിഞ്ഞിട്ട് നമ്മൾ റിലാക്സ് ചെയ്യാനുള്ള ആ ഒരു സെറ്റപ്പാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ എടാ പോസ്റ്റർ ഒന്ന് ഇടാവോ? പോസ്റ്റർ മാത്രമേ വീഡിയോ ഇട്ടോളല്ലേ. വീഡിയോ മാറിപ്പോയല്ലേ. ഇതെങ്ങോട്ടാ പോകുന്നതെന്ന് എനിക്ക് മനസ്സിലായി തുടങ്ങി. റിലാക്സേഷൻ എന്തായിരിക്കും? വാറ് കഴിഞ്ഞിട്ട് കിടക്കാനുള്ള എണ്ണത്തോണിയും മറ്റേതൊക്കെ ഹാപ്പി എൻഡിങ് ആണോ വാസവനെ? എനിക്ക് വരും. ഞാൻ പറയാം. സിനിമയാണോ? നീട്ടാ മതി. വാസു അതെ ഉറപ്പല്ലേ? ഡ്രസ് കണ്ടൂടെ? ഈ സിനിമയുടെ ഹാപ്പി എൻഡിങ്ങിനെ പറ്റിയാണ് നിങ്ങൾ സംസാരിക്കുന്നത്? അതെ 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 അതെ. ഒന്നും അറിയാത്ത കാളക്കുട്ടി. അറിയത്തേ ഇല്ല. നിന്നെ ഇന്നലെ കൂടെ കൊച്ചിയിൽ നോക്കിയതല്ലടാ. സോറി. ഒരുപാട് ഇമ്പോർട്ട് ചെയ്തുകൊണ്ടാണ് ഈ കോച്ചിന്റെ ക്യാരക്ടർ നോക്ക്. അങ്ങനെ ശരിക്കും കാണാൻ ഒന്നുമില്ല. മുടി വളർത്തി അതുപോലെ അതെ പഴയത് തന്നെ വന്നോണ്ടിരിക്കുക. എന്താ ചെയ്യണ്ടേ? മലേഷ്യ പോയിട്ട് വിശ്വസിച്ച എല്ലാരും വിശ്വസിച്ചത്. എല്ലാവർക്കും ഭയങ്കര നാച്ചുറൽ ആയിട്ടുണ്ടായിരുന്നത്. സന്തോഷമായ പിടിയും പെട്ടെന്ന് വായിച്ചപ്പോ പിടിയും വലിയും. അപ്പോ അടി അവര് കൊടുക്കും, ആശ്വാസം ഞങ്ങൾ കൊടുക്കും. അതെ, അതാണ് നമ്മുടെ ക്യാപ്ഷൻ. നമ്മളൊരു സ്പായ് ആണ് ഉദ്ദേശിക്കുന്നത്. നിങ്ങളാണോ തടവാൻ നിൽക്കുന്നത്? അയ്യോ അതിന് സ്പെഷ്യൽ ഗേൾസ് വരുന്നുണ്ട്. അല്ല അപ്പൊ നിങ്ങൾക്ക് അറിയാവുന്ന പോലെ ഇപ്പം ധാരാളം അനവധി ഗ്യാങ്ങുകൾ ഇപ്പൊ അടികൊണ്ട് മെഴുകാറുണ്ട് വാറുകളൊക്കെ ആകുമ്പോ. വാറ് തോറ്റോ പുറം നേരെ നിൽക്കാനല്ലേ നടക്കുമ്പോൾ ബഗ്ഗാണോ? ചില ഗ്യാങ്ങുകൾക്ക് ഹോസ്പിറ്റലിലേക്കുള്ള വഴി സ്വന്തം ഹൈഡൌട്ടിനേക്കാൾ നന്നായി അറിയാം. വാർ തോക്കുമ്പോൾ കോൺഫിഡൻസ് 100% വീൽ ചെയർ മോഡൽ. റിവൈവ് കിട്ടിയാലും പെയിൻ പോയില്ല ബോസ്. അതെന്താണ് ആ ഒരു ബ്ലാക്ക് ബോർഡ്? വാക്ക് ഇൻ ലിംബ് ഔട്ട് ഫീൽ ബെറ്റർ. എന്താണ് ലിംബ് ഔട്ട്? വാർലോസ് റിക്കവറി. അടി ഫ്രഷ് ആയി ലിംബ് ഔട്ട്. അടി ഫ്രഷ് ആയി കാണും. നമുക്ക് വാർലോസ് റിക്കവറിയുടെ അടിയിൽ എന്ത് എഴുതിയേക്കുന്ന മലയാളത്തിൽ? അടി ഫ്രഷ് ആയി കുണ്ണാൽ വന്നവർ പിടിക്കും. അതെന്താ? അടി ഫ്രഷ് ആയി കാണാൻ വന്നാൽ പിടിക്കും. അടി ഫ്രഷ് ആയി കാണാൻ വന്നാ പിടിക്കുന്നോ? എന്തൊക്കെയാണ് ഈഗോ വലുതാണോ? ശരി, ഞങ്ങൾ ട്രൈ ചെയ്യാം. ഗ്യാരണ്ടി ഇല്ല. ഈഗോ മസാജ്, ഫുൾ ബോഡി മസാജ്. എന്തുകൊണ്ട് ഞങ്ങൾ പ്രൊഫഷണൽ തെറാപ്പിസ്റ്റ്. സുഖമുള്ള വേഗത്തിൽ ആശ്വാസം. റെഗുലർ കസ്റ്റമർ ഡിസ്കൗണ്ട്. ചിലർക്കില്ല. ചില ഗ്യാങ്ങുകൾ മാത്രമാണ്. ഓ, ഇത് നമുക്ക് നേരത്തെ കൊണ്ടുപോകാൻ ആഗ്രഹം, പക്ഷെ ചില കാണത്താൽ കുറച്ച് ഡിലേ ആയി പോയി. കുറെ പേരൊക്കെ പോയി ഇവിടെ നിന്ന്. 3 പ്രാവശ്യം 6 തോറ്റ 4ാമത്തെ മസാജ് ഹാഫ് റേറ്റ്. അത് മാത്രമല്ല, ഈ 3 പ്രാവശ്യം തോറ്റ 4ാമത് വരുന്നത് നമ്മുടെ ഫാമിലിയാണ്. അത് നമ്മൾ മെൻഷൻ ചെയ്തിട്ടുണ്ട്. കാരണം നിങ്ങളുടെ ഫാമിലിയാണ്. എന്താ? അയ്യോ കൊള്ളാം. ബാക്കി പറ. ഒരു ഡെമോ വീഡിയോ ഉണ്ട്. നമ്മുടെ ഒരു ഡെമോ വീഡിയോ ഉണ്ട്. എടാ വീഡിയോ മാറിപ്പോയില്ല. 2ാമത്തെ സ്ലൈഡ് അല്ല, ഫസ്റ്റത്തെ ആണ്. കോച്ചിന്റെ മറ്റേ ആ വീഡിയോ അല്ല, കോച്ചിന്റെ വീഡിയോ അല്ല, അതല്ല.
എല്ലാവരും വെച്ചങ്ങ് കസറിയട്ടാ അങ്ങ്. ഹലോ എടാ നിങ്ങളുടെ ആരെ ശബ്ദം കേൾക്കുന്നില്ലടാ, നിങ്ങളൊന്ന് ഉറക്കെ പറയോ എന്തെങ്കിലും. ആ വീഡിയോ ഒന്ന് പ്ലേ ചെയ്യണേ. കോച്ചിന്റെ അല്ല കോച്ചിന്റെ ഒരു വീഡിയോ ഉണ്ട്, ഡെമോ വീഡിയോ. ഇത് കാണുന്നില്ല ഞങ്ങക്ക് അവിടെ. ഒന്നും വരുന്നില്ലല്ലോ. പടം മാറ്റാ ആദ്യം, പടം മാറ്റൂ പ്ലീസ്. ആ പടം മാറ്റുമോ ഫ്രണ്ടിൽ നിന്ന്? റിമൂവ് ഫസ്റ്റ്. റിമൂവ് എടുത്തിട്ട് മറ്റേ ഇപ്പൊ പ്ലേ ചെയ്യും. പിടിയും വലിയും. അയ്യോ കോച്ചല്ലേ കിടക്കുന്നത്. ഇത് ആരാ ഇത്? കോച്ചല്ലേ ഇത്? കോച്ചല്ലേ ഇത്? പിടിയും വലിയും മസാജ്. കോച്ച് തന്നെ, കോച്ച് തന്നെ. ഓക്കെ, ഇതാണല്ലേ നിങ്ങളുടെ വീഡിയോ? അതെ, കോച്ചിനുള്ള ഡെമോയാണ് നമ്മള്. എന്തായാലും അവരെ കൊണ്ട് ചെയ്യിപ്പിച്ചു, എന്നാലും ഒരു 2 സെക്കൻഡ് കൂടെ ചെയ്യിപ്പിക്കായിരുന്നു. അതൊരു ഡിസഡ്വാൻറ്റേജ് ആണ് കേട്ടോ നിങ്ങളുടെ പ്രസന്റേഷൻ. ആക്ച്വലി 2 സെക്കൻഡ് നമ്മൾ കണ്ണു നോക്കിയിരുന്ന കോച്ചിന്റെ മുതുകിനകത്ത് എണ്ണ ഇട്ട് തുടങ്ങുന്നത് എന്താണ്? അല്ല, ഇതിന്റെ ബാക്കി വീഡിയോ പ്ലേ ചെയ്യാൻ പറ്റത്തില്ല, അതുകൊണ്ട് പിന്നെ കോച്ചിനെ കട്ട് ചെയ്തതാണ്. ഓക്കെ. അപ്പൊ ഈ ഒരു ബിസിനസ്സിന് നിങ്ങൾ എത്ര കോടി രൂപ ഇൻവെസ്റ്റ്മെന്റ് ആണ് നോക്കുന്നത്? നമുക്ക് ഇതിനൊരു 125 കോടിയാണ് നമ്മള്. 125 കോടിക്ക് എന്ത് ചുട്ടുകുത്തി എണ്ണ വാങ്ങിക്കും? അല്ല, നമുക്ക് ഈ മോഡൽസിനെ കൊണ്ടുവരണം. എന്തിനെണ്ണ? അല്ല അത് ചുട്ടുകുത്തി എണ്ണ അല്ല, ഞാൻ ചോദിക്കുന്നത് വെച്ചാൽ 125 കോടിയുടെ യൂസേജ് എന്ന് പറയൂ. ചുട്ടുകുത്തി എണ്ണ അതെന്തിനെണ്ണ? അണ്ണോ ഞാൻ പറഞ്ഞു, ഇപ്പൊ നമ്മളെ പോലെ ഗ്യാങ്ങുകൾ അങ്ങനെ തോക്കാറില്ല. പക്ഷെ ഇവിടെ എത്ര മാത്രം ഡെയിലി തോക്കുന്ന എത്ര ഗ്യാങ്ങുകളുണ്ട്. അപ്പൊ ഇത്രയും ആൾക്കാരെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി നമുക്ക് ഇഷ്ടം പോലെ ആൾക്കാരെ വേണ്ടി വരും, മസാജ് ചെയ്യുന്ന എക്സ്പേർട്സിനെ. ആൾക്കാർ ഡെയിലി എങ്ങനെ പോലും ഒരു 6-5 വാർ നടക്കാറുണ്ട് ഇവിടെ. അതെ, ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് 25 പേര് വരും, പിന്നെ ഒരു 15 പേര് വരും. അതെ, കൊള്ളാം. എന്തായാലും ഇനി വേറൊരു ഐഡിയ വട പ്രതീക്ഷിച്ച് തടവ് കിട്ടി. ഇത് കൂടെ ഉണ്ട്. അതെ, ഒരു ബിസിനസ് പ്ലാൻ കൂടെ ഉണ്ട്, ഒരു സൈഡ് പ്ലാൻ കൂടെ ഉണ്ട്. ടൂറിസം. TV ടൂറിസോ എന്ന് പറയുമ്പോ നിങ്ങളല്ലേ പറഞ്ഞ ഐഡിയ പറ. സമയം വേസ്റ്റ് ചെയ്യല്ലേ, ഒരാൾ പറയൂ. ഇഷ്ടംപോലെ ആൾക്കാർ വരാറുണ്ട്, പെട്ടെന്ന് പറയണേ, സമയം വേസ്റ്റ് ചെയ്യല്ലേ. ഞാൻ ആദ്യം പറഞ്ഞേ, വീഡിയോ കാണുക. ഇനിയുണ്ടോ വീഡിയോ? അല്ല, അത് ആ പ്ലാന്റെ വീഡിയോ. ഇവിടെ എല്ലാം ഫുൾ സ്ട്രെസ്. Discover your next adventure with TVA Tourism. Experience all-inclusive luxury across the multiverse. Our complete packages include flights and guided tours. Book today for exclusive time-sync deals. Discover your next adventure with TVA Tourism. Experience all-inclusive luxury across the multiverse. നമുക്കിപ്പോ കപ്പിൾ പാക്കേജ്, അതേപോലെ ഈ ഫ്രണ്ട്സ് പാക്കേജ് എന്ന് പറഞ്ഞിട്ട് 2 പാക്കേജ് ആയിട്ട് തിരിച്ചിട്ടാണ്. ടൂറിസം ഇവിടെ വർക്കാവില്ല കീരി. ഇപ്പം കപ്പിൾ ഇല്ലെങ്കിൽ ഒറ്റയ്ക്ക് നമുക്ക് ചായ കുടിക്കാനും സംസാരിക്കാനും ഉണ്ടോ? അല്ലല്ല, അതുകൊണ്ടല്ല ടൂറിസം ഇവിടെ വർക്കാവില്ല. ടൂറിസം പ്ലാൻ സോറി നമ്മളൊക്കെ എങ്ങനെ പോകും കീരി? അതെ, ഇല്ല, പക്കത്ത് ഐലൻഡ്, അവിടെ ഒരു ഐലൻഡ് ഇപ്പൊ ഫ്രീ ആയല്ല. ഐലൻഡിലോട്ട് നമുക്ക് വേണമെങ്കിൽ സെറ്റ് ചെയ്യാലോ. ഐലൻഡ് നമ്പർ എടുത്തിട്ട് അവിടെ ടൂറിസം സെറ്റ് ആക്കാം. അതെ, അത് പാം ഐലൻഡ് ഉണ്ടല്ലോ, അവിടെ റൂംസും ഉണ്ട്. ഓക്കെ, നമുക്ക് എന്തായാലും നോക്കാം. അപ്പൊ എന്തായാലും താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഇമ്പ്രൂവ് ചെയ്യാം കേട്ടോ. വീഡിയോസ് ഒക്കെ ഭയങ്കരമാണ്. നിങ്ങൾക്ക് ഇത്രയും സമയം കിട്ടിയിട്ട് നിങ്ങൾ സമയം കിട്ടിയില്ലായിരുന്നോ? കിട്ടിയില്ലായിരുന്നു. ഞാൻ എത്ര ദിവസം മുമ്പാണ് പറഞ്ഞത് ഏൽപ്പിച്ചത്? ടീം 1 മണിക്കൂർ മുന്നേ സെറ്റ് ആയിരുന്നു. അല്ല, 3-4 ദിവസമല്ല, നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾ ഒരു ദിനത്തുള്ള ആൾക്കാരല്ലേ. എല്ലാരും ബിസിയായി. ലാസ്റ്റ് തൂറാൻ നേരം ചന്തി അന്വേഷിച്ച് നടക്കുന്നത് കള്ളന്മാര്. മുടിഞ്ഞത് ചെയ്ത് ഓൾ ദ ബെസ്റ്റ്. നമ്മൾ വിളിപ്പിക്കാം. ഓക്കെ, അപ്പൊ മനസ്സ് വെച്ചാ 2 ബിസിനസ് നടത്തலாம். ഇനി ആരാ? ടീം ഷാർജ. എനിക്ക് എന്താ പറ്റിയത്? അടുത്തതായി സെക്കൻഡ് ലാസ്റ്റ് ടീം ഷാർജ. ഇനി ഞാൻ 1 മിനിറ്റ് വെയിറ്റ് ചെയ്യടാ നിനക്ക് വേണ്ടി. കേൾക്കുന്നുണ്ടോ? ഓ പറഞ്ഞോ. ഞാൻ വിചാരിച്ചു വല്ല വടയോ ദോശയോ ഒരുമാതിരി തടവും എണ്ണയും
ചിലപ്പോ എണ്ണയ്ക്ക് വരെ അവര് മാവിട്ടറിയും നോക്കി തടവുന്നത്. വേണ്ട വേണ്ടേ സേതു വിയച്ചിൽ കേറിയടാ അന്ന് ഞാൻ പണ്ടൊട്ട് ഈ പറയുന്ന കേൾക്കുന്നില്ലടാ വടക്കേ തോളയുണ്ടോ? നിനക്ക്. എടാ എനിക്ക് അറിയാടാ, ഞാൻ ഇതൊക്കെ അറിഞ്ഞത് പണ്ടൊട്ട്. എന്നോട് നേരത്തെ പറഞ്ഞതാ സേതു. ഉണ്ട്. അപ്പോ നമുക്ക് ഇത് അപ്പൊ ഇതൊന്നും ഇരുന്ന് അല്ലാതെ സംസാരിച്ച് നമുക്കൊരു ധാരണയിലെത്തണം. ഇന്നത്തെ റിസൾട്ട് പറയണ്ട. ഇന്നത്തെ അല്ല ഇന്ന് റിസൾട്ട് പറയണില്ല. അല്ലെങ്കിലും നമ്മുടെ പറയുന്ന ആള് കത്തിപ്പോയണ്ണാ. നീ എടാ ടീം തരിപ്പൻസ് പ്ലീസ് കം. സമയമില്ല, പെട്ടെന്ന്. ടീം തരിപ്പൻസ്, ഇറ്റാച്ചി ഹലോ ഹലോ. എടാ വരാൻ എടാ സമയമില്ലടാ, വാടാ. നമ്മുടെ കത്തിപ്പോയടാ. നമ്മള് വരാം, വാ പെട്ടതോ. ഇന്ന് ആരുടെ മാച്ച് കേസ്? ഇന്ന് ആരുടെ മാച്ച്? സ്പെയിൻ വേഴ്സസ് ബെൽജിയം. ഓക്കെ. ഇത് കഴിഞ്ഞിട്ട് എന്നെ വിളിക്കണോ? വിളിക്കാൻ നോക്കി. എങ്ങനെ കേറി വരുന്നു ഇതിന്റെ അകത്ത്? ഇവിടെ ഗ്ലാസ് അറിയത്തില്ല പൊട്ടന്മാരുടെ കാര്യം. സോറി ഒരു റൂമിന്റെ വാതിൽ തുറക്കാൻ അറിയാത്ത നിങ്ങളുടെ ബിസിനസ് ഐഡിയ ഞങ്ങൾ എങ്ങനെ ട്രസ്റ്റ് ചെയ്യും? അല്ലല്ല വാസണ്ണ, അതെന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ കണ്ടില്ല ഫുള്ള് ഗ്ലാസ് എണ്ണ. ബാലനോടെ പോയി. ബാലൻ ചെറിയ ടെക്നിക്കൽ ഇഷ്യൂസ് ആയിട്ട് ബാലിന് വരാൻ പറ്റിയില്ല. നിങ്ങൾ പ്രസന്റ് ചെയ്യൂ. പിന്നെ നമുക്കൊരു വീഡിയോ ഉണ്ടായിരുന്നു. വീഡിയോ ബാലന്റൈലായി പോയി. അപ്പൊ പക്ഷെ കുഴപ്പമില്ല, നമുക്ക് വീഡിയോന്റെ ആവശ്യമൊന്നുമില്ല. കാരണം ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സംഭവമാണ്. എടാ ലോല, നീ ആ സ്ക്രീൻ ഒന്ന് സെറ്റ് ചെയ്യണേ. ഞാൻ പറഞ്ഞില്ലായിരുന്നു. അപ്പൊ എല്ലാവർക്കും ഹായ് ഗൈസ്. നമ്മ തരിപ്പൻസ്, വാസോട്ടൻ, ജോക്കിയേട്ടൻ, ചന്ദ്ര, അപ്പാപ്പ, എല്ലാവർക്കും ഓക്കെ. നമ്മൾ ഈ ബിസിനസ് എന്ന് പറയുമ്പോ അതായത് ജസ്റ്റ് ഒരു പ്രോഫിറ്റ് ഉണ്ടാക്കി ഇങ്ങനെ ഇൻവെസ്റ്റ് ചെയ്ത് അങ്ങനെ നടത്താനുള്ള ഒരു സ്റ്റാർട്ടപ്പ് അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ സിറ്റിയിൽ എല്ലാവർക്കും പല ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കുന്ന ഒരു ബിസിനസ് ആണ്. ചിലർക്ക് ഇതിൽ നിന്ന് പൈസ ആയിരിക്കും കിട്ടുന്നത്, ചിലർക്ക് ബന്ധങ്ങളായിരിക്കാം, ചിലർക്ക് ഒരു ഹീലിംഗ് ആയിരിക്കാം. അതായത് ഒരു സ്ട്രെസ്ഫുൾ ലൈഫിൽ നിന്നുള്ള ഒരു ഹീലിംഗ്, മനസ്സിലായോ? പിന്നെ മെയിനായിട്ട് പറയാനുള്ള ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഒരു സ്റ്റാർട്ടപ്പില് നമ്മൾ അതായത് സിറ്റിയിൽ കുറെ നാള് ഇല്ലാഞ്ഞ ഒരു സാധനം ഉണ്ടായിരുന്നു, ഭയങ്കര ഡിമാൻഡുള്ള ഒരു സംഭവമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ മദ്യം ലിക്കർ നമ്മൾ കൊണ്ടുവരുന്നതായിരിക്കും. ഓക്കെ. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് ഫോട്ടോ ഒന്ന് ഇട്ടായിരുന്നു. ഇപ്പൊ ഇൻ ഷോർട്ട് നമ്മുടെ ബിസിനസ് എന്ന് പറയണത് പണ്ട് നല്ല രീതിയിൽ ഓടിക്കൊണ്ടുപോയ സ്ട്രിപ്പ് ക്ലബ് എന്ന് പറഞ്ഞ സംഭവം നമ്മൾ സ്ട്രിപ്പ് ചെയ്ത് അതിനെ തരിപ്പൻസ് ക്ലബ് ആക്കാൻ പോവാണ്. എന്താണ് റിനോവേറ്റ് ഒക്കെ ചെയ്ത്, അതായത് ഇപ്പൊ മൊത്തത്തിൽ അതായത് അടച്ചുപൂട്ടിയിരിക്കുന്ന പൊടി പിടിച്ച് കിടക്കുന്ന സ്ഥലമാണ്. അപ്പൊ നമ്മൾ അതിനെ റെനോവേറ്റ് ഒക്കെ ചെയ്ത് ഇൻ ഷോർട്ട് ഇത് പറഞ്ഞു കഴിഞ്ഞാൽ റെസ്റ്റോ ബാർ, പബ്ബ്, ആ ഒരു കൈൻഡ് ഓഫ് സെറ്റപ്പ് ആണ്. ഡാൻസ് കളിക്കാനും ഒക്കേഷണലി കൂടാനും പിന്നെ സ്ഥിരമായിട്ട് മദ്യപിക്കുന്നവർക്ക് സ്ഥിരമായിട്ട് വന്ന് അടിക്കാനും പിന്നെ ഹാങ് ഔട്ട്, ഫുഡിങ് എല്ലാം ഉണ്ടാവും ഇതില്. മെയിൻലി റിലാക്സ് ആവാനും അങ്ങനത്തെ ഒരു കാര്യത്തിൽ. പിന്നെ ഇവിടെ ഉള്ള അറിയാലോ, ഇവിടെ ഉള്ള എല്ലാ സിറ്റിസൺസിനും ഗാങ്സിനും ജോലിയും അടിയൊക്കെ കഴിഞ്ഞിട്ട് ഒന്ന് ചില്ലാവാനുള്ള ഒരു സ്പോട്ട്, മനസ്സിലായോ? അടിയോ ജോലി ഗാങ്സിന് അടി, മനസ്സിലായോ? ഓക്കെ. പിന്നെ ഇതിലൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് നിങ്ങളെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ ഈ പ്ലാൻ പോലെ തന്നെ ഒരു പ്ലാൻ ഇതിനു മുമ്പ് ഒരു ഉണ്ട്. പക്ഷെ അതൊരു കാസിനോ പോലെയാണ് അവർ ഉദ്ദേശിച്ചത്. മനസ്സിലായി. പക്ഷെ ഇതിൽ നിന്ന് ഒരു ഡിഫറൻസ് ഉണ്ട്. അവരതായത് പുതിയൊരു സംഭവം ചെയ്യണത്. ഏതാ ബാറിന്റെ ഐഡിയ? എന്തായാലും ബാലിന്റെ ആയിരിക്കുമല്ലോ. അല്ല, ഇത് ഞാനും ബാലിനും കുറെ നാളായിട്ട് ആഗ്രഹിക്കുന്ന ഒരു സംഭവമാണ്. ആണല്ലേ? അതെ, സിറ്റിയിൽ കുറെ നാളായിട്ട്. അതായത് നമ്മള് എപ്പോ നോക്കിയാലും ഇവിടെ മദ്യപിക്കാനോ അങ്ങനത്തെ ഇതിനൊരു ഇതില്ല, മദ്യം ഇല്ല ഇവിടെ, മനസ്സിലായി. പ്രത്യേകിച്ച് എനിക്ക് ബാലിനെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയ്ക്കും വിഷമിച്ചിരിക്കുന്ന തരിപ്പന്മാരാണ് നമ്മള്. ഒരു തുള്ളി മദ്യം ഇല്ലാണ്ട് നമ്മളിവിടെ വിഷമിച്ചിരിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു നമുക്ക്. മനസ്സിലായി. അപ്പൊ അന്നോട്ട് ഇത് നമ്മൾ പ്ലാൻ ചെയ്തതാണ് ഇങ്ങനത്തെ ഒരു സംഭവം ഇറക്കണമെന്നുള്ളത്.
പിന്നെ ബേസിക്കലി വേറൊരു സംഭവം ഉണ്ട്. ഇപ്പോ കറന്റ്ലി മുതുക്ക് ബീച്ചിലാണല്ലോ എല്ലാരും കിടന്നിട്ട് ഇങ്ങനെ കിടന്ന് വട്ടം തിരിഞ്ഞ് കളിക്കുന്നത്. അപ്പോ ഈ ഒരു സംരംഭം തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ മദ്യപാനികൾ എല്ലാരും മുതുക്ക് ബീച്ചിൽ നിന്ന് ഇങ്ങോട്ട് മാറും. ഇവിടെ ആയിരിക്കും സ്ഥിരം, അവിടെ ഇരുന്ന് അവിടെ സൈഡ് ആയിക്കോളും. അപ്പൊ ഇതില് ഗുണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മുതുക്കിലുള്ള പകുതി കത്തല് നമുക്ക് ഒഴിവാക്കാം. ഓക്കെ ഓക്കെ. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാല് എടാ അടുത്ത ഫോട്ടോ ഒന്നിട്ടെ, ജസ്റ്റ് ഒരു ഗ്യാപ്പ് കൊടുക്കാം. എടാ ഇത് ഫുൾ സൈസ് ആയില്ലല്ലേ? ഓക്കെ, അത് ഞാൻ ഒന്ന് പറയാം. ഇതിന്റെ അതായത് ഒരു എസ്റ്റിമേറ്റഡ് ഇൻവെസ്റ്റ്മെന്റ്, സ്റ്റാർട്ടപ്പിലെ എസ്റ്റിമേറ്റഡ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുമ്പോൾ 150 to 200 CR ആണ്. 200 കോടി. അതെ, 200 കോടി. അപ്പൊ ഇതില് ചില ആൾക്കാർ വിചാരിക്കും 200 കോടിക്കുള്ളതുണ്ടോ എന്നുള്ള രീതിയിൽ വിചാരിക്കും. പക്ഷേ ഇല്ല, ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം. എക്സ്ലാൻഡ് സിറ്റിയിൽ ഏറ്റവും കൂടുതൽ ട്രാഫിക് ഉള്ള സ്ഥലം മുതുക്ക് ഏരിയയാണ്. മുതുക്ക്, ഓഷൻ ഹൈവേ ആ ഏരിയയിലാണ്. അപ്പോ നമുക്ക് എന്താ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ മെയിൻ ഗാരേജ് സൈഡിലേക്ക് ആള് കുറവുള്ളതുകൊണ്ട്, അവിടുത്തെ ട്രാഫിക് കുറവുള്ളതുകൊണ്ട് അവിടുത്തെ സ്ഥലത്തിനൊക്കെ വില കുറവാണ്. അപ്പൊ നമുക്ക് ഈസിലി ഈ സ്ട്രിപ്പ് ക്ലബ്ബ് നമുക്ക് നല്ല രീതിയിൽ നല്ലൊരു ഡീലിൽ നമുക്ക് ലീസിന് എടുക്കാം. മനസ്സിലായോ? പിന്നെ മെയിൻലി നമുക്ക് വരുന്ന അതായത് ഇൻവെസ്റ്റ്മെന്റ് എവിടെയൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ബാർ സ്റ്റോക്ക്, അതിന്റെ ലൈസൻസ്, അതിനൊക്കെയാണ് വരുന്നത്. അപ്പൊ ബാർ സ്റ്റോക്ക് നമുക്കൊരു പ്രീമിയം ആൻഡ് ലക്ഷറി ആയിട്ടുള്ള ഒരു എന്താ പറയാ അങ്ങനത്തെ ഒരു സെറ്റപ്പിലേക്ക് കൊണ്ടുവരണമെങ്കിൽ തന്നെ ഒരു 30 to 50 CR ആവും. അതിന്റെ ലൈസൻസിന് ആവും ഒരു 10 to 20 CR. പിന്നെ ഈ ഇൻവെസ്റ്റ്മെന്റ് മെയിൻലി കവർ ചെയ്യുന്നത് പ്രോപ്പർട്ടി ലീസ്, ഇന്റീരിയർ സെറ്റപ്പ്, പിന്നെ അല്ല വേറെ കുറെ എക്യുപ്മെന്റ്സ് ഉണ്ടാവില്ലോ പബ്ബിനും അങ്ങനത്തെ ഇതിനൊക്കെ. മനസ്സിലായി? അങ്ങനത്തെ ഇതിന്റെ ഒക്കെ ഇതിന് വേണ്ടിയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ്. പിന്നെ സ്റ്റാഫ് ഹയറിംഗ് എന്ന് പറയുമ്പോൾ നമ്മുടെ കൂട്ടത്തിലുള്ള ആൾക്കാരായിരിക്കില്ല, പുറത്തുള്ള ഒരാൾക്കാർക്കും ഓപ്പർച്യൂണിറ്റീസ് ആയി ഇത് പൈസ ഉണ്ടാക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. പിന്നെ ഇതിന്റെ മാർക്കറ്റിംഗ്, അതിനൊക്കെയാണ് മെയിൻലി അതായത് എന്താ പറയാ ഇത് വരുന്നത്, ഇൻവെസ്റ്റ്മെന്റ് വരുന്നത്. പിന്നെ നമ്മൾ അതായത് ഈ എന്താ പറയാ ഇതിനകത്ത് നിന്ന് നമുക്ക് ഇത് തിരിച്ച് റിക്കവർ ചെയ്യാന്നുള്ള ഒരു സംഭവം ഉണ്ടല്ലോ. നമുക്ക് ഈ ഇൻവെസ്റ്റ്മെന്റ് നമ്മൾ എന്തെങ്കിലും റിക്കവർ ചെയ്യണമല്ലോ. അതിന് ഞാൻ ഒരു എസ്റ്റിമേറ്റഡ് ടൈം ഞാൻ പറയണത് ഒരു 8 to 10 months അകത്ത് നമുക്ക് ഇത് റിക്കവർ ചെയ്തെടുക്കണം. 200 CR 8 to 10 months വേണ്ട. ഞാൻ അതായത് ഏറ്റവും മാക്സിമം വെച്ചിട്ട് ഞാൻ നോക്കിയിട്ട് പറഞ്ഞതാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്രോക്സിമേറ്റ്ലി നമുക്കൊരു മന്ത്ലി റവന്യൂ എങ്ങനെ പോയാലും 20 to 50 CR വരും കയ്യിലേക്ക്. പക്ഷെ ഈ പറഞ്ഞ മെയിൻ്റെനൻസ്, ഇനിഷ്യൽ മാർക്കറ്റിംഗും, പിന്നെ സാലറി, റെന്റ്, അതെല്ലാം കഴിഞ്ഞ് നമുക്ക് ഒരു 10 to 30 CR കയ്യിൽ അങ്ങനെ ഒരു 10 to 30 CR നമ്മുടെ കയ്യിൽ ഇനിഷ്യലി കാണത്തുള്ളൂ. പയ്യെ ആവുമ്പോൾ നമുക്ക് അതായത് ഇത് ചെയ്യാം. 20 to 50 CR ഒക്കെ നമുക്ക് ഈസിലി ഏൺ ചെയ്യാം. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഈ ഗോൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഇൻവെസ്റ്റ്മെന്റ് ചെയ്ത എമൗണ്ട് നമ്മൾ റിക്കവർ എടുത്തതിന് ശേഷം നമുക്ക് അതായത് ഈ സംരംഭം നമുക്ക് എക്സ്പാൻഡ് ചെയ്യാം. ലൈക്ക് VIP മെമ്പർഷിപ്പ് എടുക്കാം, പ്രൈവറ്റ് ഇവന്റ് ബുക്കിംഗ്സ് ചെയ്യാം, കാറ്ററിംഗ് സർവീസസ്, അങ്ങനെ പല കാര്യങ്ങളും ചെയ്യാം. റീഇൻവെസ്റ്റിംഗ് ഇൻ ബിസിനസ് ഇറ്റ്സെൽഫ് ആണ് ഉദ്ദേശിക്കുന്നത്. അതെ. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാല് ഇതിലിപ്പോ കറന്റ്ലി പാർട്ട്നേഴ്സ് ആയിട്ട് ഇപ്പോ ഞാന് സിംഗിൾ ബാലൻ, അതുപോലെ തന്നെ നമുക്ക് അതായത് പാർട്ട്ണർ എന്ന് പറഞ്ഞ സംഭവം ആർക്ക് വേണമെങ്കിലും ഇതിൽ പാർട്ട്ണർഷിപ്പ് ആവാം, ഒരു പ്രശ്നമില്ല. ഇതിൽ ആര് ഇൻവെസ്റ്റ് വേണമെങ്കിലും ചെയ്യാം, അതൊരു സീനൊന്നുമില്ല. സ്റ്റേക്ക് പോകുന്നത് എങ്ങനെയാണ്? ഓണർഷിപ്പ് നിങ്ങളുടെ നിൽക്കുമോ അതോ കംപ്ലീറ്റ് സ്റ്റേക്കും കൊടുക്കുമോ? ഓണർഷിപ്പ് വരുന്നത് ഞാനും ബാലിനും ആയിരിക്കും. നമ്മളിപ്പോ ഈ ബിസിനസ് ഐഡിയ നിങ്ങളുടെ എടുക്കുകയാണെങ്കിൽ വി വിൽ ബി ദ ഇൻവെസ്റ്റർ, റൈറ്റ്? യെസ് ഡെഫിനറ്റ്ലി. ഓക്കെ. ഇപ്പൊ ഈ 51-നകത്ത് നിങ്ങൾ ബാക്കി ഷെയർസ് അല്ലേ കൊടുക്കുന്നത്? അതോ ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് എടുക്കുന്നോ അതോ ഇക്വിറ്റി കൊടുക്കൂ? ഇക്വിറ്റി ഒന്നും കൊടുക്കത്തില്ല. അതായത് ഇപ്പൊ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് ഇതിൽ എന്താ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ഈ പറഞ്ഞ നമുക്ക് കിട്ടുന്ന ഒരു മന്ത്ലി എമൗണ്ട് ഉണ്ടാവുമല്ലോ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമുക്ക് അതായത് ഒരു 20 to 50 CR നമുക്ക് കിട്ടും. 20 to 50 CR ഇടയിൽ കിട്ടും. അപ്പൊ ഇനിഷ്യലി നമുക്ക് ഈ ചെയ്യുന്ന ഈ ഇൻവെസ്റ്റേഴ്സിനൊക്കെ നമുക്ക് അതായത് തിരിച്ച് അവർക്ക് അതായത് ഒരു എന്താ പറയാ ഇത് കിട്ടും, ഇതിനകത്ത് ഒരു റവന്യൂ കിട്ടും, റിട്ടേൺ കിട്ടും. അത് ഡിപ്പെൻഡ് ചെയ്യും. അത് ചിലപ്പോ എല്ലാ മാസവും നമുക്ക് ഇപ്പൊ ഈ പറഞ്ഞ പോലെ മദ്യപാനികൾ വരണമെന്നില്ല. ചില ദിവസങ്ങളിൽ ചിലപ്പോ കുറവായിരിക്കും. മനസ്സിലായോ? അത് നമ്മുടെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി അനുസരിച്ചിരിക്കും. അതിന്റെ കാര്യത്തിൽ മാത്രമായിരിക്കും. അല്ല, ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. ഞങ്ങള് എന്തുകൊണ്ട് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യണം? നമുക്ക് വേറെ ഇതുവരെ നമുക്ക് ഒരുപാട് ഡീല് വന്നായിരുന്നല്ലോ. അവരെ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന് ചിലപ്പോൾ ഡബിളോ ട്രിപ്പിളോ നമുക്ക് റിട്ടേൺ കിട്ടിയെന്നെ. ഞാനൊരു കാര്യം എന്തുകൊണ്ട് നിങ്ങൾ ഓക്കെ, അതായത് ഇപ്പൊ നിങ്ങള് നേരത്തെ ഡീൽസ് ഒക്കെ വരുമ്പോ നിങ്ങൾക്ക് അവരെത്രയാണ് ഓഫ് അതായത് ചോദിച്ചോണ്ടിരുന്നത്? അത് നമുക്ക് റിവീൽ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, എന്നാലും ഒരു എസ്റ്റിമേറ്റഡ് എന്തായാലും നിങ്ങൾക്ക് എസ്റ്റിമേറ്റഡ് എന്തായാലും നമ്മൾ ട്രസ്റ്റ് ചെയ്ത് ഒരു ജസ്റ്റ് നമുക്ക് എന്തായാലും ഇക്വിറ്റി ഇതിനകത്ത് കിട്ടത്തില്ലല്ലോ. അപ്പൊ ഞാനിപ്പോ ഒരു ഇൻവെസ്റ്റർ എന്നുള്ള രീതിയിൽ ഞാൻ ഇതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യുവാണെങ്കിൽ അതില്
എനിക്ക് ഇതിലും റിട്ടേൺസ് ഉള്ള വേറെ ഓപ്ഷനുകൾ വേണമെങ്കിൽ കണ്ടുപിടിക്കാം. ഈ സെയിം ലെവൽ ഓഫ് ഇൻവെസ്റ്റ്മെന്റിൽ 200 കോടിക്കോ 250 കോടിക്കോ. സോ 250 കോടി ഞാൻ ഇതിനകത്ത് അതിൽ നിന്ന് മാറി നിങ്ങളുടെ അതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ ഒരു ഇൻവെസ്റ്റർ എന്നുള്ള രീതിയിൽ എനിക്ക് എന്ത് റിട്ടേൺ ആണ് കിട്ടാൻ പോണേ, അല്ലെങ്കിൽ എന്താണ് അഡ്വാൻറ്റേജ്? ഇതിലെ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു എസ്റ്റിമേറ്റഡ് കണക്ക് പറയാണ്. ബാക്കിയുള്ള ആൾക്കാർ, അതായത് സ്റ്റാർട്ടപ്പ് ഒക്കെ തുടങ്ങാൻ പ്ലാൻ ഉള്ളവർക്ക് മിനിമം എങ്ങനെ പോയാലും 500 to 1500 കോടിയുടെ അകത്തായിരിക്കും അവർ അതായത് ചോദിക്കുന്നുണ്ടാവുക. ഞാൻ എസ്റ്റിമേറ്റ്, അതായത് അവരുടെ സ്റ്റാർട്ടപ്പിന്റെ അതായത് നിങ്ങളുടെ അടുത്ത് ചോദിച്ചിട്ടുണ്ടാവുക എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോ അല്ല, അതിലും കുറവാണെങ്കിൽ ഓക്കെ, വെൽ ആൻഡ് ഗുഡ്. അത് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. അതായത് ഇപ്പൊ ഈ ഒരു ഇതില് എന്താ സീൻ എന്ന് വെച്ച് കഴിഞ്ഞാല്, തരിപ്പൻസ് എന്ന് പറഞ്ഞ ഈ ഒരു ക്ലബിന് ഓൾറെഡി നല്ലൊരു ഫാൻ ബേസ് ഈ സിറ്റിയുടെ അകത്തുണ്ട്, മനസ്സിലായോ? ഈ സിറ്റിയിലുള്ള പല ആൾക്കാരും തരിപ്പന്മാരാണ്. അപ്പോ ഇതില് നമുക്ക് അതായത് ഇതുവരെക്കാട്ടും ഒരു അപ്പർ ഹാൻഡ് എപ്പോഴും ഉണ്ട്. നിങ്ങളുടെ ക്ലബിൽ നിങ്ങൾ ഈ തരിപ്പ് മാറ്റാൻ വേണ്ടിയുള്ള എന്തെങ്കിലും എല്ലാം ഉണ്ട്. അതായത് ഞാൻ ഇത് പറഞ്ഞില്ലേ, ആദ്യം തന്നെ പറഞ്ഞപ്പോ ഇത് റെസ്റ്റോ ബാർ പ്ലസ് പബ്ബാണ്. അപ്പൊ പബ്ബാവുമ്പോ അതിൻ്റെതായിട്ടുള്ള സംഭവങ്ങളുണ്ട്, മനസ്സിലായോ? സോ ഈ തരിപ്പൻസ് എന്ന് പറഞ്ഞൊരു, അതായത് ഈ ഒരു ക്ലബ്ബ് മാത്രമല്ല, ഇതെല്ലാവരുടെ ഒരു ഇമോഷൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഇമോഷൻ വെച്ച് നമുക്ക് ആക്ച്വലി പൈസ ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ, അപ്പോ ആ പൈസ ഉണ്ടാക്കാൻ പറ്റുന്ന വഴികളൊന്ന് പറയാമോ? പൈസ ഉണ്ടാക്കാൻ പറ്റുന്ന വഴികൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ കറന്റ്ലി ഞാൻ ഈ പറഞ്ഞ ഈ വഴികൾ തന്നെ ഉള്ളൂ. അതായത് റെസ്റ്റോ ബാർ പ്ലസ് പബ്ബിൽ എന്തൊക്കെയാണോ നോർമലി നടക്കുന്നത് അതൊക്കെ തന്നെ. അതല്ലാണ്ട് ഇനി ഇൻ ഫ്യൂച്ചർ നമ്മൾ അതായത് ഈ എക്സ്പാൻഡ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് നമ്മുടെ മെയിൻ ആള് ബാലനായിരുന്നു. ബാല ഇതുവരെ വന്നിട്ടില്ല. വീഡിയോയിലെല്ലാം കണ്ടേനെ. നിങ്ങള് പറയുന്ന നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്ന് പറയുന്നത് എത്രയാണ്? 100 കോടി അല്ലേ? അല്ലല്ല, 150 to 200 കോടി. 150, ഓക്കെ, ലെറ്റ്സ് സേ 200 ചെയ്യാൻ. ഓക്കെ, 200 കോടി നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എത്ര ശതമാനമാണ് നമുക്ക് തരാൻ പോകുന്നത്? എത്ര ശതമാനമാണോ? ഇല്ല, നമുക്കിത് അങ്ങനെ പിടിച്ചേടാ, അങ്ങനെ ഒരു അങ്ങനെ ഇത് വേണ്ട, അത് വേണ്ട. നമുക്ക് ഡിസ്കസ് ചെയ്യാം. സാധനം കൊള്ളാം, ഇറ്റാച്ചി പറയാലോ. ഭയങ്കര കോൺഫിഡൻസ് തോന്നിയൊരു പ്രസന്റേഷൻ ഈ കൂട്ടത്തിൽ. നീ ഏത് ഒറ്റയ്ക്കെന്ന് പറഞ്ഞാൽ അവന് ലോലിനും ഉണ്ടായിരുന്നു. എന്നാലും ഞാൻ പറയുകയാണ്, നീ സംസാരിച്ചത് ഒറ്റയ്ക്കാണ്. നീ സംസാരിച്ചതിൽ ഭയങ്കര ഇതുവരെ വന്ന് സംസാരിച്ചതിൽ ഏറ്റവും കോൺഫിഡൻസ് ആൻഡ് ക്ലിയർ ആയിട്ട് സംസാരിച്ച ഒരാൾ നീ അതിനകത്ത്. അത് നല്ലൊരു പ്രസന്റേഷൻ ആയിരുന്നു എന്തുകൊണ്ടും. അപ്പം എന്തായാലും ബാലൻ ഉണ്ടായിരുന്നു, പക്ഷേ വരാൻ പറ്റിയില്ല ബാലൻ. അതാണ് കുഴപ്പമില്ല. എന്തായാലും ഞങ്ങൾക്ക് ഇതിനകത്ത് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും അറിയിക്കുന്നതായിരിക്കും. അപ്പൊ താങ്ക് യു. ഞാൻ ഇറങ്ങിട്ടാണ്. ഇല്ല, ഇറങ്ങിരണ്ട. ഒരാളുടെ ഉള്ളു. അതിന്നലെ വാസവനം വന്നായിരുന്നു, അതങ്ങനെ ഫിക്സ് ചെയ്തെന്ന് ചോദിച്ചു. അത് ഞാൻ റിസർട്ട് ചെയ്ത് വെറുതെ ചെയ്യല്ലേ. പ്രസന്റേഷൻ ആയിരുന്നു. ഇവര് മാത്രമേ ആക്ച്വലി റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെന്റിന്റെ ഡേറ്റ് ഇവിടെ ലോലനെ പറ്റിയൊക്കെ പറയണ വാണങ്ങൾ ആദ്യം ആരൊക്കെയാണെന്ന് അറിയാലോ. ടിവിയുടെ ഇഷ്ടപ്പെടുന്ന ഓഡിയൻസ് ഒന്നും പറയത്തില്ല. നിങ്ങളൊക്കെ ചില്ല, ഇവരെയൊന്നും ചെവി മൈൻഡ് കൊടുക്കില്ല. എന്തൊക്കെ വഴികളുണ്ട് എന്നൊരു കാര്യം പറഞ്ഞു. അതിന് മാത്രമല്ല, ക്ലാരിറ്റി ഉണ്ട് അവർക്ക് എത്ര വേണം, എത്ര കിട്ടും, 10 മാസത്തെ റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് കിട്ടും. കൊള്ളാം. ഒരു സിറ്റി കൂടി ഇരിക്കണം കേട്ടോ. അതെ. അതാ അപ്പാപ്പ ഞാൻ എന്റേത് പറഞ്ഞില്ലേ, ഞാൻ അപ്പാപ്പനോട് പറഞ്ഞില്ലേ, ഈ തക്കുടുവാവ അസോസിയേറ്റ്സ് തുടങ്ങിയതെന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ദിവസം കൊണ്ട് സംസാരിച്ച് ഇത് കാക്കി കളയാൻ വേണ്ടിയിട്ടല്ല. ഇവിടെയാണ് നമ്മുടെ ഇനിയുള്ള ഫ്യൂച്ചറിലോട്ട്. ഇന്ന് വന്ന ഞാൻ ഈ ബിൽഡിംഗ് തുടങ്ങിയപ്പോഴേ അപ്പാപ്പനോട് ഞാൻ ഒരു കാര്യം പറഞ്ഞായിരുന്നു, ഈ ബിൽഡിംഗ് ഒരു ഫ്യൂച്ചറിസ്റ്റിക് സാധനമാണ്. ഇവിടെ നിന്നായിരിക്കും ഫ്രം ദ ബേസ് നമ്മൾ കുറേ സാധനങ്ങൾ തുടങ്ങാൻ പോണേ. ഇന്ന് കേട്ട ഐഡിയ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഒരു ടൈമുണ്ട്. ഈ ഡിസ്കസ് ചെയ്യുന്ന ടൈം നമുക്ക് അതിപ്പം ഞാൻ അല്ലാതെ വരാം, ഓഫ്ലൈനിലായാലും അല്ലെങ്കിൽ എങ്ങനെയാണെങ്കിലും വരാം. നമുക്കത് ഇത് എക്സിക്യൂട്ടോടെ ചെയ്യണം. അല്ലാതെ ഇന്ന് കേട്ട ഐഡിയ ജസ്റ്റ് പ്രൈസ് കൊടുത്ത് വിടുക എന്നുള്ളൊരു സാധനമല്ല, നമ്മളിത് കൊണ്ടുവരും. ഇത് ഞാൻ അപ്പാപ്പ ഇത് ഭയങ്കര ലോങ് ടൈം അപ്പാപ്പ, ഇത് ഉറപ്പ് തരാം. ഇത് നല്ലതാണ്, ഇത് കൊണ്ടുവരണം ആക്ച്വലി. ലെറ്റ്സ് ഗോ. എടാ ലാസ്റ്റ് വരുമോ? തന്നോട് ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞ ഓർമ്മയുണ്ടോ? ടീം ഷാർജ, ബില്ലു, നമ്മുടെ ഒരാളില്ല. അപ്പൊ നമ്മൾ രണ്ടുപേരുള്ളൂ. ഓക്കെ. കിട്ടിയില്ലേ? ഇതൊക്കെയാണ് ബിസിനസ് വേണം. ഇതാരൊക്കെയാ വരുന്നേ?
ഇത് ജോക്കി വില്ലു ഡെസ്ട്രോ നീല്. അതിനകത്ത് ഒരാളില്ലെന്ന് പറഞ്ഞു. ആരാ ഇല്ലാത്തെന്ന് പറഞ്ഞൂടെ? നീലാന്ന് തോന്നുന്നു. നീലില്ലെന്ന് തോന്നുന്നു. ഇന്ന് എൻ്റെ അടുത്ത് ഇല്ലെന്ന് പറഞ്ഞത്. കൊറോണയുടെ വാക്സിനാ തോന്നുന്നു. മാസ്ക് അല്ലായിരുന്നു, മീശയായിരുന്നു. ഹലോ 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 ഹായ് ഹായ് ഹായ്. എന്റെ പേര് തൃക്കടവൂർ ശങ്കരൻ. തൃക്കടവൂർ ശങ്കരൻ. അതെ. സൂക്ഷിച്ചു തൃക്കാവടി എന്നൊക്കെ പറഞ്ഞു. ഇതാരാണ്? ഇതാരാണ്? സ്പെൻസർ. ബോസിനൊന്നും വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. നമ്മുടെ ബോസ്. നിങ്ങളുടെ ബോസ് ആരാ? അത് ബോസ് പേര് റിവീൽ ചെയ്തിട്ടില്ല. എന്താണ് നിങ്ങളുടെ ഐഡിയ? നമ്മുടെ ഐഡിയ എന്ന് വെച്ചാൽ നമ്മുടെ ഇതിന്റെ പേര് എന്ന് വെച്ചാൽ ഷാർജ എന്നാണ്. ഷാർജ. ഇപ്പോ ഞാനിപ്പോ ഇതിലിപ്പോ ഇങ്ങനെ ഇവിടെ ഈ സാധനം ഇടണേ ഷെയ്ക്കാണോന്ന്. ഷെയ്ക്സ് ജ്യൂസ് പലതരം സാധനങ്ങളുണ്ട്. ഇതിപ്പോ ഇതില് എങ്ങനെ ഈ സാധനം ഇടുന്നേ? അത് ഞാൻ ഇനി വന്ന് ഇട്ട് തരണം. അത് അല്ല ഇങ്ങനെ ഞാനുണ്ടായിരുന്നു. എനിക്കറിഞ്ഞൂടാ. അത് അവിടെ കാണിച്ചൊന്നില്ലേ? കിട്ടി. ഒരു മിനിറ്റ്. ഈ തൃക്കാവടി ശങ്കർ തിരിഞ്ഞിക്കാം. ഷാർജ എന്നാണോ നിങ്ങളുടെ പ്രോഡക്റ്റിന്റെ പേര്? അത് ഐഡിയ ആണോ? ബിസിനസ് ഐഡിയ ആണോ? എന്തോ ഇത് എവിടെ കൊണ്ടിട്ട്? ബിസിനസ് കാലിന്റെ ഇടയിലോട്ട് കൊണ്ടിട്ട്. ഇതിങ്ങനല്ല കേട്ടോ. ഇത് ജഡ്ജസിനെ ആക്രമിക്കാൻ നിൽക്കുന്നത്. ആക്ച്വലി കടിക്കൂ. നമ്മളെ ചാനൽ അവരാതൊന്നും വെള്ളം വന്നോ? അല്ല എന്തിനാ വന്നു ചോദിച്ചാ. പിക്കിംഗ് ഫ്രൂട്ട്. എനിക്ക് എന്താ കാണാതെ? കാണാതെ എനിക്ക് കാണാം. പറഞ്ഞോ. ഫ്രൂട്ട് പിക്കിംഗ് മാതിരിയാണ് ഒരു സാധനം. ഓക്കെ. ഇത് ആദ്യം നമ്മൾ പലേറ്റ് സൈഡില് നോക്കി മാപ്പിൽ നോക്കി കഴിഞ്ഞാൽ പലേറ്റോല് ലൈക്ക് എന്ന് വെച്ച് കഴിഞ്ഞാ മരങ്ങളുണ്ട്. മരങ്ങളല്ല, പലര് ഗാരേജിന്റെ ഓപ്പോസിറ്റ് 1011 അവിടെ ഒരു സ്ഥലമുണ്ട്. അവിടെ കുറച്ച് ഫ്രൂട്ടിന്റെ മരങ്ങളുണ്ട്. അവിടെയാണ് ഈ സാധനം സ്റ്റാർട്ട് ചെയ്യാൻ തോന്നുന്നത്. അവിടെ കുറച്ച് ഈ ഓറഞ്ച്, മുന്തിരി, പഴം, അങ്ങനെ കുറെ സാധനങ്ങളുണ്ട്. നമ്മൾ ജോബ് പറയുന്നത്. ഞാൻ വെറുതെ അപരാധം പറഞ്ഞു ഓരോരുത്തരെയും കൂടെ കേക്കത്തില്ലേ? സിവിലിയൻസിന് വേണ്ടിട്ടാണ് ഈ ജോബ്. ആദ്യം ഈ ഫ്രൂട്ട്സുകൾ ഉണ്ടായിരിക്കും. ഈ ഫ്രൂട്ട്സുകള് നമ്മൾ ഈ ഓറഞ്ച്, പഴം, മുന്തിരി, കുറെ ആപ്പിള്, ഇതൊക്കെ അവര് പറിക്കണം. ഇത് പറിച്ച് ആദ്യം മറ്റേ ഈ ബാസ്കറ്റിലിട്ട് അവര് കഴുകി ഒരു ഇത് ലൈക്ക് ഇത് നമ്മുടെ കടയിലോട്ട് കൊണ്ടുവരും. നിനക്ക് ഞാൻ ഒരു കാര്യം പറയട്ടെ. ആ പിക്കിൽ അത് ഉണ്ടായിരുന്നു, ഞാൻ റിമൂവ് ചെയ്തേ കൊണ്ട്. ആണല്ലേ? ഇത് നമ്മുടെ ഇത് എവിടേക്ക് ഇത് പോണത്? ഇത് നമ്മുടെ ഷോപ്പിലോട്ട് ഇവര് കൊണ്ടുവരും. നമ്മുടെ ഷോപ്പിലോട്ട് കൊണ്ടുവരും, ഷാർജയിലോട്ട്. അപ്പൊ അവർക്കും ഈ ഫ്രൂട്ട്സ് ഒക്കെ വിട്ടിട്ട് പൈസയും കിട്ടും, നമുക്ക് ആ ഫ്രൂട്ട്സും കിട്ടും. അപ്പൊ ഈ ഫ്രൂട്ട്സും കൊണ്ട് അവർ ഈ തരുന്ന ഫ്രൂട്ട്സ് എടുത്ത് നമ്മൾ കഴുകി കട്ട് ചെയ്തിട്ട് നമ്മൾ ഗ്രൈൻഡറിൽ അടിച്ച് നമ്മളത് പലതരം ജ്യൂസുകളും പലതരം ഷേക്കുകളും നമ്മൾ ഉണ്ടാക്കും. പലതരം വരുമ്പോ 10,000 ഷേക്കുകൾ നമ്മുടെ കയ്യിലുണ്ട്. ഈ സിറ്റിയിൽ ഇപ്പൊ ആകെ ഒരു മിൽക്ക് ഷേക്ക് മാത്രം. ആകെ ഒരു മിൽക്ക് ഷേക്ക് ഇപ്പൊ നമ്മൾ തുടങ്ങി കഴിഞ്ഞാൽ ഷേക്ക് പറയുമ്പോ മിൽക്ക് ഷേക്ക് മിൽക്ക് ഷേക്ക് അല്ല, ചോക്ലേറ്റ്, സ്ട്രോബെറി, അങ്ങനത്തെ കുറെ ഷേക്കുകളുണ്ട്. വിശ്വ ഷേക്കിൽ ജ്യൂസുകൾ. പിന്നെന്തോ ഇങ്ങോട്ട് പറയാം. പിന്നെ സിറ്റിയില് നമുക്കിപ്പോ വാറൊക്കെ കളിക്കോ, നമുക്ക് കുറെ ഈ ചത്തമാർക്ക് കുറെ വേദനകളൊക്കെ ഉണ്ടാവില്ല. ഈ നടുവേദന, കുണ്ടിവേദന, തലവേദന, വയറുവേദന. ഇതിനെ പറ്റിയ എന്റെ കയ്യിൽ ഒരു ജ്യൂസ് ഉണ്ട്. വെയിറ്റ് ചെയ്യേ, ഞാൻ എടുക്കാം. ഏത് ഫ്രൂട്ട് ആയിട്ടുള്ള ജ്യൂസ്? ഇപ്പൊ വെക്കാം. ഫോട്ടോ എന്തെങ്കിലും 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന പിള്ളേരുടെ പുസ്തകം കണക്കത്തെ പ്രസന്റേഷൻ അല്ലേ? വന്നോ? വന്നു. എന്ത് വന്നേ? മൊസംബി ഇതാണ് മൊസംബി ജ്യൂസ്.
ഇത് ഇതങ്ങ് കുടിച്ചുണ്ടല്ലോ നമുക്ക് വാറിലൊക്കെ നമുക്ക് ഒടുക്കത്തെ സ്റ്റാമിനൊക്കെ ഇപ്പൊ എടുത്ത് ഈ ജ്യൂസ് ഷെയ്ക്കിനൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പെട്ടെന്ന് കുടിച്ചാൽ പെട്ടെന്ന് ഇത് ഇറങ്ങും. ഇതൊക്കെ ഒരു ഇറങ്ങലില്ല. ഇല്ല ഇത് ഇറങ്ങത്തില്ല. 1-2 മണിക്കൂർ ഇങ്ങനെ എനർജി ബാർ ഒരു വേദന പോലും നമുക്ക് ഈ തലവേദന, കൊണ്ടിവേദന, നടുവേദന ഇതൊന്നും നമുക്ക് ഉണ്ടാകത്തില്ല. അതായത് നമുക്കൊരു ഈ എനർജി ഡ്രിങ്ക് ഒക്കെ കുടിക്കുന്ന പോലത്തെ അതന്നെ ഇത് സ്പെഷ്യൽ. ഇത് നാച്ചുറൽ അല്ലേ? ഇത് പ്രോഡക്റ്റ് ഇല്ല, ഇത് കുപ്പിയിലാക്കിയിട്ടില്ല, അടിച്ചു വെച്ചിരിക്കുന്നതേ ഉള്ളല്ലേ? അടിച്ചു വെച്ചേക്കാണ് ഗ്രൈൻഡറിൽ. ഇത് പൈസ ഉള്ളവർക്ക് മാത്രം വാങ്ങാൻ പറ്റത്തുള്ളൂ. ഓൺലി റിച്ച് പീപ്പിൾസ്, റിച്ച് ആൾക്കാർക്ക് മാത്രം റിച്ച് ആൾക്കാർക്ക് മാത്രം ഇത് വാങ്ങാൻ പറ്റും. ഇതാണ് നമ്മുടെ സാരം. കൊള്ളാം. താങ്ക് യു. നിങ്ങളുടെ എത്രയാണ് നിങ്ങൾക്ക് വേണ്ട? ഈ ഒരു ബിസിനസ് തുടങ്ങാൻ നിങ്ങൾക്ക് എത്ര കോടി രൂപ വേണ്ടി വരും? എത്ര കോടി വേണ്ടി വരും? ഗ്രൈൻഡറും പിന്നെ വെള്ളം അതൊക്കെ കൂടി 100 കോടിക്ക് നമുക്ക് സെറ്റ് ചെയ്യാം. 100 കോടിക്ക് സെറ്റ് ചെയ്യാം. 100 കോടി എടുത്തു കഴിഞ്ഞാൽ 500 കോടി നമുക്ക് സുഖമായിട്ട് ഉണ്ടാക്കാൻ പറ്റും. ഒരു ഗ്യാങ്ങിൽ 35 പ്ലേയേഴ്സ് ഉണ്ട്. 35 ഇപ്പൊ നമ്മുടെ കൂടെ ഇപ്പൊ ഒരു വാറ് തോറ്റ് 35 പേർക്ക് ഈ 35 പേർക്ക് മുസംബി ഷെയ്ക്ക് നമ്മൾ എടുത്തുള്ള അവസ്ഥയല്ല ചെക്ക്. ഒരെണ്ണത്തിന് എങ്ങനെ ഒരു 10 ലക്ഷം വെക്കാം. അപ്പൊ നമുക്ക് കോടികൾ നമുക്ക് ഉണ്ടാക്കാലോ. എത്ര ഗ്യാങ്ങൾ വാറ് നോക്കുന്നുണ്ട് ഒരു ദിവസം. അത് ശരിയാണ് കേട്ടാ, അത് ശരിയല്ലേ? നമുക്ക് കോടീശ്വരന്മാരാവാം. കൊള്ളാം. ഗുഡ് ഐഡിയ. 100 കോടിക്ക് ഓക്കെ, നമുക്ക് ആലോചിക്കാവുന്നതാണ്. അപ്പൊ ഞങ്ങള് ആലോചിച്ചിട്ട് പറയാം. ഒറ്റയടിക്ക് അങ്ങനെ ഡിസിഷൻ പറയാൻ പറ്റത്തില്ല. ഓക്കെ അപ്പൊ താങ്ക് യു സോ മച്ച്. സോ പാർട്ടിസിപ്പേറ്റ് ചെയ്ത എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. എല്ലാവരുടെ ഐഡിയ ബാക്കി കാര്യങ്ങളെല്ലാം ഞങ്ങള് വരുന്ന ദിവസങ്ങളിൽ ഞങ്ങള് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. മറന്നുപോയി, ഇതിനൊരു പ്രത്യേകത ഉണ്ട്. ആ ജ്യൂസിനൊരു പ്രത്യേകത ഉണ്ട്. വെയിറ്റ് ചെയ്യേ. ഇയാളെന്തോടോ വാരണാസിന്ന് വരുമോ? തലേ മൊത്തം ഭസ്മം. ഹലോ ആ ജ്യൂസ് കുടിച്ചു കഴിഞ്ഞാലേ നമുക്ക് ഈ മുക്കിലൊക്കെ ഉണ്ടല്ലോ, മുക്കിലൊക്കെ ഈ മുക്കില് ഈ അപ്പിടാൻ മുട്ടെന്നൊക്കെ ഇല്ലേ, അതൊക്കെ അതെ പ്രസന്റേഷൻ നല്ലതുപോലെ ചെയ്തിട്ടില്ല. അല്ലല്ല, ഇങ്ങനെ ഷടപടേന്ന് പോവും. പോയടാ എടാ. അപ്പൊ ബാക്കി ഞങ്ങള് ഡിസ്കസ് ചെയ്തിട്ട് എല്ലാരെയും അറിയിക്കാം. അപ്പൊ പാർട്ടിസിപ്പേറ്റ് ചെയ്ത എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ഓക്കെ അപ്പൊ ജോഗി ചന്ദ്രൻ കത്തിപ്പോയി. നമുക്ക് ഇതൊന്ന് ഇരുന്ന് തീരുമാനിക്കണം. ഇതൊന്ന് തീരുമാനിച്ചിട്ട് അപ്പാപ്പൻ ഇതില് നമ്മളടുത്ത് അടുത്ത് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ഈ പറഞ്ഞ കാര്യങ്ങളിൽ എത്രത്തോളം പോസിബിലിറ്റി ഇവിടെ കൊണ്ടുവരുന്ന കാര്യത്തിൽ ഉണ്ടെന്നുള്ളത് വെച്ചിട്ടാണ് നമ്മൾ ഒരു ബിസിനസ്സിലേക്ക് ഫൈനലൈസ് ചെയ്യുന്നത്, ഫിക്സ് ചെയ്യുന്നത്. സോ എല്ലാവർക്കും ഓരോ ഐഡിയ ഉണ്ട്. ഐഡിയാസ് എല്ലാം കൊള്ളാം. ഈ ഐഡിയ ഇനി നമുക്ക് ഇവിടുത്തെ, അതായത് ഇപ്പൊ ഞാൻ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അപ്പം നമ്മളിപ്പം നേരെ കൊണ്ടുവന്ന് ഈ ഫുഡ് ഉണ്ടാക്കുന്ന ഒരു പരിപാടി ചെയ്താൽ ഇവിടെ ഫുഡ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരെ അത് അഫക്റ്റ് ചെയ്യും. അവരുടെ ഈ ഇൻഫ്രാസ്ട്രക്ചർ മുടങ്ങാനും പാടില്ല, എന്നാൽ നമുക്കത് കൊണ്ടുവരുവാൻ വേണം. അങ്ങനത്തെ രീതിയിൽ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുന്ന ഇതെന്താണെന്ന് നമുക്ക് ഇതിൽ നിന്ന് പറഞ്ഞാൽ ഫൈനലൈസ് ചെയ്യണം. നമുക്കത് ആലോചിച്ച് തീരുമാനിക്കാം. ഓക്കെ അപ്പൊ ജോഗി താങ്ക് യു. അപ്പൊ താങ്ക് യു. നിഞ്ചേ താങ്ക് യു സോ മച്ച്. നിഞ്ചേ നമസ്കാരം. അണ്ണാ ഞങ്ങളുടെ കാസിനോയുടെ പണി തീർന്നോണ്ടാണ് കേട്ടോ അത്രയും ബഡ്ജറ്റ്. അണ്ണ ഒരു വിസിറ്റ് ചെയ്യണം നമ്മുടെ കാസിനോയുടെ ഒരു ഡേ ഫ്രീ ആകുമ്പോ പറഞ്ഞാൽ മതി. മൊത്തത്തിൽ അണ്ണന ബിസിനസ് മൊത്തത്തിൽ ഞങ്ങളൊന്ന് നമ്മൾ ഫുൾ എല്ലാ കാര്യങ്ങളോട് സെറ്റ് ചെയ്ത് വെച്ചേക്കാണ്. എല്ലാ ഡേറ്റ് പറയുകയാണെങ്കിൽ നമ്മള് കൊണ്ടുപോയിട്ട് കാണിച്ചെന്ന് എല്ലാം നമ്മളെ
ഓക്കെ ഓക്കെ ഞങ്ങൾ എന്തായാലും ഈ ഐഡിയ ഒന്ന് ഡിസ്കസ് ചെയ്തിട്ട് നമ്മൾ അറിയിക്കാം. എടാ എന്ത് കിടിലുമായിട്ടാണ് നീ പ്രസന്റ് ചെയ്തത്. നിന്നെ ടിവിയിൽ വന്ന സമയത്ത് നീ എന്നോട് മെസ്സേജ് അയച്ചു. ആ മെസ്സേജ് ഞാനൊന്ന് എടുത്ത് നോക്കുവോ ഇന്ന് കേട്ടാ. നീ എന്നോട് മെസ്സേജ് അയച്ചത് എന്താണെന്ന് ഓർമ്മയുണ്ടോ അത് ടിവിയിൽ വന്നപ്പോ? ഒന്ന് എടുത്തു വെച്ച് നോക്കണേ നീ ഇന്ന് എന്താ അയച്ച മെസ്സേജ് നീ ഒന്ന് എന്റെ ഫസ്റ്റ് ചാറ്റ് നീ ഒന്ന് ജസ്റ്റ് എടുത്തു വെച്ച് നോക്ക്. അവിടെ നീ എന്ത് രസമായിട്ടാടാ നീ പ്രസന്റ് ചെയ്തത്. ആ പറയടാ. അണ്ണനല്ലേ അമ്പുവിനെ വിളിച്ചതാണല്ലോ. അമ്പത്തൂരിന്റെ അണ്ണാന്നോ? എടാ അടിപൊളിയായിരുന്നു കേട്ടാ, കിടിലം, ഒരു രക്ഷയില്ല, ഒന്നും പറയാനില്ല. വീഡിയോ ഫുൾ അലക്സ് ആണോ ചെയ്തേ? വീഡിയോ അലക്സിന്റെ ആയിരുന്നു. എടാ എന്തായാലും അടിപൊളി അടിപൊളി അടിപൊളിയാടാ. അപ്പൊ എന്തായാലും ഞാൻ